ഇത്രയും വലിയ പട്ടാളമുള്ള ഒരു പ്രദേശത്ത് 3 ഭീകരന്മാർ അവർ വെള്ളരിക്ക പട്ടണത്തിലേക്ക് വരുന്നത് പോലെ വരുന്നു. അവർ വെടിവെക്കുന്നു, അവർ കലിമ ചൊല്ലാൻ പറയുന്നു, അവർ തുണിയുരിക്കാൻ പറയുന്നു. എന്നിട്ട് സംഘപരിവാരത്തിന് റിമോട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന വളരെ രസകരമായ ശൈലികളിൽ കൊലപാതകം നടത്തി യാതൊരു പ്രശ്നമില്ലാതെ 3 പേർ തിരിച്ചു പോകുന്നു. 3 ആള് പോയി കഴിഞ്ഞ് അതോ വരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി, അതോ വരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ സംവിധാനങ്ങൾ 3 ഭീകരരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരെവിടെയായിരുന്നു? ഇവരിപ്പോ എല്ലാം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞത്? വരുന്ന ഘട്ടത്തിൽ, വന്ന ഘട്ടത്തിൽ, വരുന്ന വഴികളിൽ എവിടെയായിരുന്നു പട്ടാളം? മറുപടി പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ റേഡിയോ പ്രസംഗം നടത്തി എന്നുള്ളതിന്റെ അപ്പുറം മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ബോധത്തിനും ചിന്തയ്ക്കും വിശകലനം ചെയ്യുമ്പോൾ ഉത്തരം ലഭിക്കുമാറ് സംഘപരിവാരത്തിന്റെ പ്രധാനമന്ത്രി ഒരു വർത്തമാനം ജില്ലാ സമിതിയിൽ എന്റെ പേര് വന്നപ്പോൾ തന്നെ പോലീസുകാർ എന്നെ വിളിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങൾക്ക് എത്ര വാപ്പയാണുള്ളത്? ആരൊക്കെയാണ് നിങ്ങളെ ഉമ്മ? എത്ര കുട്ടികളെ നിങ്ങൾക്കുണ്ട്? ഞാൻ ചോദിച്ചു, എന്റെ കുട്ടികളെ കഥയ്ക്ക് നിങ്ങൾ എന്തിനാ ചോദിക്കേണ്ട കാര്യം? എന്റെ കുട്ടികളെ കഥയ്ക്ക് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. ഞാനെങ്കിൽ ഞാൻ നടാടെയൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമിതിയിൽ വരുന്നത്. ഇതിന്റെ മുമ്പ് 4 കൊല്ലോ 8 കൊല്ലോ ഒക്കെ ജമാഅത്തിന്റെ പദവികൾ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാക്ക് ഫയൽ പരിശോധിച്ചിട്ട് പോയാൽ മതി. ഇങ്ങനെ ചുഴിഞ്ഞ് അറിഞ്ഞിറങ്ങി വരുന്ന ഈ പോലീസ്, ഇന്റലിജൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള ഭീകരവാദി വന്ന് പൊട്ടിച്ചു പോയാൽ ഉടനെ എല്ലാം അറിയുന്ന പോലീസും രഹസ്യാന്വേഷണം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ പ്രസ്ഥാനങ്ങളിലൊന്ന്. ലോകത്തിൽ 2 പ്രസ്ഥാനങ്ങളാണ് അങ്ങനെ ഒന്നുണ്ടാവുക. ഒന്ന് സയനിസ്റ്റ് പ്രസ്ഥാനം, ഇസ്രായേലിന്റെ സയനിസ്റ്റ് പ്രസ്ഥാനം. അത് മനുഷ്യവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്. യാതൊരു മാനുഷിക മൂല്യങ്ങളിലോ ദൈവിക മൂല്യങ്ങളിലോ ധാർമ്മിക മൂല്യങ്ങളിലോ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല സയനിസ്റ്റ് പ്രസ്ഥാനം ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ സംവിധാനത്തിൻ്റെ തന്നെ വെള്ളവും വളവും വലിച്ചെടുത്തുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷ്മമായ നിരീക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ വളർത്തച്ഛനും അതിൻ്റെ പിതാവും കൂടി ഈ സയഡിസമായിരിക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിൽ വിഭജനത്തിൻ്റെയും വർത്തമാനകാല ഇന്ത്യ അനുഭവിക്കുന്ന, ഇന്ത്യ മാത്രമല്ല ലോകത്തുടനീളമുള്ള വികസ്വര രാജ്യങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രബിന്ദു പഴയ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനികളായിരുന്നു. യൂറോപ്യൻ സാമ്പത്തിക കോളനികളായിരുന്നു, സംവിധാനങ്ങളായിരുന്നു. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് യഹൂദ കുടുംബത്തിൻ്റെതായിരുന്നു എന്നാണ്. ഇപ്പോഴും അതങ്ങനെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയതുകൊണ്ട് അതില്ല നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രൊജക്റ്റുകളും സംഘപരിവാരത്തിൻ്റെ ജനനം മുതൽ, ഇന്ത്യ വിഭജനം മുതൽ, പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ഇന്ത്യ കീറി മുറിക്കപ്പെട്ടത് മുതൽ, ബാബരി മസ്ജിദിൻ്റെ ധ്വംസനമടക്കമുള്ള ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന അവസാനത്തെ പൊറാട്ട നാടകങ്ങളിലൊന്നായ വഖഫിലടക്കം, ഞാനങ്ങനെ പറഞ്ഞത് അത് ഗൗരവം കുറച്ചുകൊണ്ടൊന്നുമല്ല, സംഘപരിവാർ ആവിഷ്കരിക്കുന്ന പരിപാടികൾ, അതുപോലെ തന്നെ അതിൻ്റെ ദൈനംദിന പ്രയോഗങ്ങളിൽ അത് പയറ്റിക്കൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രങ്ങൾ, ബുൾഡോസർ രാജ്. ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 280-ലധികം സ്ഥാപനങ്ങളാണ് യോഗി എന്ന് പറയുന്ന സംഘപരിവാരത്തിൻ്റെ രാക്ഷസൻ ഡൽഹി UPയിൽ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. തകർക്കപ്പെടാൻ മുസ്ലിം സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വിശദവും വിശാലവുമായ സ്വഭാവത്തിൽ എല്ലാവരുടേതും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് നിരീക്ഷിക്കാമായിരുന്നു. നിയമം ലംഘിച്ചിട്ടുള്ളത്, വിഗ്രഹങ്ങൾ കുഴിച്ചാൽ കിട്ടുന്നത് എല്ലാ മുസ്ലിം സ്ഥാപനങ്ങളുടെ അടിയിൽ നിന്ന് മാത്രമാണ്. 220ഓളം മദ്രസകളും 30ഓളം പള്ളികളും ദർഗകളുമൊക്കെ ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം UPയിൽ അയാൾ നിലംപരിശാക്കിയിട്ടുണ്ട്. ബുൾഡോസറാണ് അതിൻ്റെ ആയുധം. കഴിഞ്ഞ 35-40 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന അതേ ആവിഷ്കാരങ്ങളാണ് വർത്തമാനകാല ഇന്ത്യയിൽ സംഘപരിവാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 മനുഷ്യത്വ വിരുദ്ധ പ്രസ്ഥാനമാണ് ഇസ്രായേലിലെ സയനിസം എന്ന് പറയുന്നത്. പക്ഷേ അതിന് ജനസംഖ്യ കുറവാണ്. റിമോട്ട് സ്വഭാവത്തിലാണ് സയനിസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തികളെ വിലക്കെടുക്കുക,
പ്രസ്ഥാനങ്ങളെ വിലക്കെടുക്കുക, ഭരണകൂടങ്ങളെ വിലക്കെടുക്കുക, അതുപോലെ തന്നെ പാർട്ടികളെയും സംഘടനകളെയും സംവിധാനങ്ങളെയും ഒക്കെ ഉള്ളിൽ തുരന്ന് നുഴഞ്ഞ് ഇഴഞ്ഞു കയറി തങ്ങൾക്കനുസൃതമായി ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന വ്യക്തികളെയും സംവിധാനങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുക. ഒരു മഹാഭൂരിപക്ഷ സ്വഭാവത്തിൽ വലിയ ജനസഞ്ചയമായി വർക്ക് ചെയ്യുന്ന ഒന്നല്ല ഇസ്രായേലിന്റെ സയനിസം എന്ന് പറയുന്നത്. അത് ഇടുക്കിയിലെ പവർ ഹൗസിലാണ് ആളെ വെക്കുക. ഇവിടെ ലൈറ്റ് ഓഫ് ആക്കാൻ ആളെ വെക്കൂല. കാരണം എല്ലായിടത്തും സ്വിച്ച് ഓഫ് ആക്കാൻ ഓരോരുത്തരെ വെച്ചാൽ ആളെ തികയില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡൽഹി മൂലമറ്റം പവർ ഹൗസിൽ ഉള്ള ഒരാളെ ഇസ്രായേൽ വിലക്കെടുക്കും. നീ ഓഫാക്കുക. അപ്പൊ പിന്നെ മണ്ണാർക്കാട് കറണ്ട് ഉണ്ടാവില്ല, മലപ്പുറത്ത് കറണ്ട് ഉണ്ടാവില്ല, കേരളത്തിൽ എവിടെയും കറണ്ട് ഉണ്ടാവില്ല. ഇതാണ് ഇസ്രായേലിന്റെ രീതി എന്ന് പറയുന്നത്. സംഘപരിവാർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന്റെ ഭ്രാന്തിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വികാരങ്ങളിലൂടെ കടന്നുപോയ, ഭീകരവിരുദ്ധ പോരാട്ടങ്ങളുടെ മാസ്മരികതയിലൂടെ കടന്നുപോയ, ഇതിലേതാണ് ഒറിജിനൽ, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊന്നും വർത്തമാനകാലത്ത് അറിയാൻ ഒരു വഴിയില്ല. ഇവരാരും പ്രവാചകന്മാരല്ല, ഇവരാരും പ്രബോധകന്മാരല്ല, ഇവരാരും ദൈവികമായ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നവരല്ല. അവർ അവരായി പോലും സംസാരിക്കുന്നവരല്ല. കാപട്യങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും കപടനാട്യങ്ങളുടെയും ആഴമുള്ള ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ് ലോക രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ മതനേതാക്കന്മാർ മുതൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളടക്കം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുക്കൂട്ട് മുന്നണി വെച്ചു വിളമ്പുന്ന അടുക്കളയിലെ പാചകങ്ങളാണ് മീഡിയ വിദഗ്ധന്മാരും സോഷ്യൽ മീഡിയ ചാവേറുകളും അതിന്റെ ഇരകളുമാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ നല്ലൊരു ശതമാനവും തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹക്കെന്താണ്, ബാത്തിൽ എന്താണ്, സത്യമെന്താണ്, അസത്യമെന്താണ്, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 4 മിനിറ്റോ അല്ലെങ്കിൽ 4 മണിക്കൂറോ അല്ലെങ്കിൽ 4 ആഴ്ചയോ അല്ലെങ്കിൽ 40 ദിവസമോ അല്ലെങ്കിൽ 40 മാസമോ അല്ലെങ്കിൽ 40 കൊല്ലമോ കഴിയുമ്പോൾ മാത്രമേ വസ്തുതകൾ എന്തായിരുന്നു എന്ന് നമുക്ക് വിശകലനം ചെയ്യാനും വിലയിരുത്താനും ഒക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സംവിധാനങ്ങളിൽ നിൽക്കുന്ന സംഘപരിവാർ, അതിന്റെ കരുത്ത് യുദ്ധത്തിലെ സൈന്യത്തെക്കാൾ വലിയ, ഇന്ത്യയിലെ റേഡിയോ സ്റ്റേഷനുകൾ ഉള്ളതിനേക്കാൾ RSS ശാഖകളുണ്ട് എന്നാണ് അതിന്റെ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സ്റ്റേഷനിൽ ഇലക്ട്രോണിക് തരംഗങ്ങളിലൂടെ സന്ദേശം അയക്കുന്നതിനേക്കാൾ വേഗതയിൽ സംഘടനാ സംവിധാനങ്ങളിലൂടെ ഇന്ത്യയെ വരുതിയിലാക്കാൻ, ഇന്ത്യയിലെ സമ്മർദ്ദത്തിലും സംഘർഷത്തിലുമാക്കാനുള്ള കരുത്തുണ്ട് എന്നാണ് സംഘപരിവാർ സ്വയം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ പിഞ്ചുകാലത്തെ പിടിച്ചുകൊണ്ടുപോയി ട്രൗസർ അണിയിച്ച് ബനിയൻ അണിയിച്ച് ഭാരതമാതാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭൂപടവും അതിന്റെ ഒരു ദേവിയെയും ഒക്കെ പ്രതിഷ്ഠിച്ചു വെച്ച്, നിങ്ങൾ മനസ്സിലാക്കണം, രാമനോ കൃഷ്ണനോ ബുദ്ധനോ ജൈനനോ വാൽമീകിയോ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെയും അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടല്ല, തികച്ചും ഉട്ടോപ്യനായ ഒരു സാധനത്തെ ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിൽ കേവല സ്വഭാവത്തിൽ അവതരിപ്പിച്ച് അതിനെ മാതാവും ദൈവവുമൊക്കെയാക്കി സങ്കല്പിച്ച്, എന്നാലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഈ രാജ്യത്ത് നിലകൊള്ളുന്ന എന്തെങ്കിലും ഒരു തിന്മയ്ക്കെതിരെ, എന്തെങ്കിലും ഒരു ജീർണതയ്ക്കെതിരെ, ഏതെങ്കിലും ഒരു മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ഈ ചെറിയ കുട്ടികളെ തുടക്കം മുതൽ തന്നെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് വിപ്ലവകാരികളും വിമോചകന്മാരും വിശുദ്ധന്മാരുമൊക്കെ ആക്കി മാറ്റിയിരുന്നെങ്കിൽ, മോബ് ലിഞ്ചിങ്ങിനെ, പട്ടിയെയും പന്നിയെയും പാമ്പിനെയും ഒക്കെ കൊല്ലുന്നത് പോലെ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതിനു വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അവിശുദ്ധവും അപകടകരവുമായ സംഘങ്ങളിലൊന്നായി സംഘപരിവാർ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ വിളവെടുപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘത്തിന്റെ ഭൂരിപക്ഷ പിൻഫലത്തിലാണ് ഏത് പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയും ഭയത്തിന്റെ നിഴലിൽ കൊണ്ടുവരാൻ കഴിയും എന്നവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. ഈ സംഘപരിവാർ എന്ന് പറയുന്ന പ്രസ്ഥാനവും നേരത്തെ സയനിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ സത്യത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ
ദൈവത്തെക്കുറിച്ചോ പ്രവാചകന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിസ്ഥാനപരമായ എന്തെങ്കിലും വീക്ഷണങ്ങളോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതല്ല. അവരുടെ മുമ്പിലുള്ള ഒറ്റമൂലി വെറുപ്പ് മാത്രമാണ്. അയാൾ നമ്മുടെ എതിരാളിയാണ്, അവർ നമ്മുടെ എതിരാളിയാണ്. അവരെ വളരാനും വികസിക്കാനും സമ്മതിച്ചു കൊടുക്കരുത്. അവരെ മുച്ചൂടും നമ്മൾ നശിപ്പിക്കണം. ചെറിയ കുട്ടികളിൽ തുടങ്ങുന്ന ഈ പ്രക്രിയ അതിന്റെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണ പൊതുസമൂഹത്തിലടക്കം നിശബ്ദവും വളരെ ആഴത്തിലുമായി പ്രസരണം നടത്തി ഈ രാജ്യത്തിലെ നല്ലൊരു ശതമാനം മനുഷ്യരുടെ അകത്തളങ്ങളിലും വിഷം കുത്തിവെക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് വളരെ കൃത്യമായിട്ട് ഇവർ സംവിധാനിച്ചിട്ടുണ്ട്. ഈ സംഘപരിവാരത്തിന് നിർമ്മിച്ചത് സയനിസമാണ് എന്ന് ചിലപ്പോ ഈ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രം പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇസ്രായേലാണ് അതിന്റെ പിന്നിലുള്ളത്. ഇസ്രായേൽ കടന്നുപോയ പ്രദേശങ്ങൾ ലോകത്തെ കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഅഹുല്ലാഹ് എല്ലാ യുദ്ധങ്ങളുടെയും തിരികൊളുത്തുന്നത് ഇസ്രായേലാണ്. പഹൽഗാം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമടക്കം അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും വിളവെടുപ്പുകാർ ഇസ്രായേലായിരിക്കും, സംഘപരിവാരമായിരിക്കും. എല്ലാ യുദ്ധങ്ങളും നമ്മൾ വായിക്കുന്ന ലോകത്തിലെ പല യുദ്ധങ്ങളുടെയും അണ്ടർഗ്രൗണ്ട് ചരട് വലി നടത്തിയിട്ടുള്ളത് യഹൂദന്മാരാണ്. ഈ സയനിസമാണ്. ആ സയനിസത്തിന്റെ കയ്യിലെ ലോകത്തിലെ ഏറ്റവും മികച്ച കളിപ്പാട്ടമാണ്, മടുത്തായിയാണ്, വിഡ്ഢീശ്വരന്മാരായ ഉപകരണമാണ് ഇന്ത്യയിലെ സംഘപരിവാർ എന്ന് പറയുന്നത്. ആ സംഘപരിവാർ വെറുപ്പിനെ കൈമുതലാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മാരകവും ഭീകരവുമായ സ്വഭാവത്തിലുള്ള പല പ്രക്രിയകളുമുണ്ട്. അതിനവർ നാട്ടക്കുറിയായി വെച്ചിട്ടുള്ളത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെയാണ്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്, ആദർശപരമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, സാംസ്കാരികമായ കാരണങ്ങളുണ്ട്, സാമൂഹികമായ കാരണങ്ങളുണ്ട്. സംഘപരിവാർ എന്ന് പറയുന്ന ഈ കപടകള്ള സംവിധാനം പ്രതിനിധീകരിക്കുന്ന എല്ലാറ്റിന്റെയും അടിസ്ഥാനങ്ങളെയും ആശയങ്ങളെയും മൂക്കോട് മൂക്ക്, മുഖത്തോട് മുഖം, നെഞ്ചോട് നെഞ്ച് വെല്ലുവിളിക്കാൻ കഴിവുള്ള മുസ്ലിങ്ങൾക്ക് അതിന് കഴിയുമല്ലോ എന്നുള്ളതെല്ലാം പറഞ്ഞു. ഇസ്ലാമിന് അതിനുള്ള ശേഷിയുണ്ട്. സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇസ്ലാമിനെയാണ്. ഒരു സംശയം നമ്മൾ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിന്റെ ശത്രു പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അവർ ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, 2-ാമത്തെ സ്ഥാനത്ത് അവർ ക്രിസ്ത്യാനികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, 3-ാമത്തെ സ്ഥാനത്ത് അവർ കമ്മ്യൂണിസ്റ്റുകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതൊക്കെയും ആ സ്വഭാവത്തിൽ തന്നെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വർത്തമാനകാലത്ത് പുനർചർച്ചകൾ നമ്മൾ നടത്തേണ്ട വിഷയമാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ ഇപ്പോഴും അവർ സംഘപരിവാരത്തിന്റെ ഫ്രെയിമിലാണ്, സ്കെച്ചിലാണ്, അവരുടെ ഉള്ളിലാണ് ഉള്ളത്. അതല്ല ഡീല് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീലുകൾ പോലും തോൽവിയാണ്, അടിയറവാണ്, പരാജയമാണ്, കീഴ്പ്പെടലാണ്. കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ ഇന്ന് സംഘപരിവാർ വെച്ചു വിളമ്പുന്ന അതേ ആ പാചക നിർമ്മിതികൾ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലങ്ങളിൽ വളരെ വിശാലമായി വിളമ്പിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, കാസകൾ മുതൽ KCBC അടക്കമുള്ള, ഞാൻ അവരൊന്നും കുറ്റം പറയാനൊന്നും ആളല്ല, പക്ഷേ മറ്റാർക്കോ വേണ്ടി സ്വന്തമായ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നടത്തി ഒരു വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ അതിൽ ബുദ്ധിപരമായ ഒരു സത്യസന്ധതയെങ്കിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ കാണുന്നത് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ മുതൽ കാസ തീവ്രവാദികളടക്കം എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, എന്താണോ സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത്, എന്താണോ സംഘപരിവാർ ഈ രാജ്യത്ത് വിതച്ചിട്ടുള്ളത്, അതേ കാര്യങ്ങളെ ഏറ്റുപിടിക്കുന്ന നിരീശ്വര നിർമ്മത സംവിധാനങ്ങൾ മുതൽ CPM അടക്കമുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള, CPM-നെയാണ് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയിട്ട് പറയാം, അവർക്കൊരു ഗതികേടുണ്ട്. അതിജീവനത്തിന്റെയും അഭിമുഖീകരണത്തിന്റെയും ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നിലനിൽപ്പിന് വേണ്ടി അവസാനത്തെ വെള്ളവും മുങ്ങിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ CPM എന്ന് പറയുന്നത്, ഇന്ത്യയിലെ CPM എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതൊക്കെ ചരിത്രപരമായ വേറെ വിശകലനങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. പക്ഷേ അധികാരമില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ,
പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വണ്ണം രാഷ്ട്രീയ മണ്ഡലം ശുഷ്കമായതുകൊണ്ട്, ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരവും കാശുമാണ്. കോൺഗ്രസിന് ആളുകളുണ്ട്, അതുപോലെ തന്നെ നല്ല ജനങ്ങളുണ്ട്, നേതാക്കന്മാരുണ്ട്, പക്ഷെ കാശില്ലാതിരിക്കാൻ കാരണം അധികാരമില്ലാത്തതാണ്. അധികാരവും കാശും തമ്മിൽ അപകടകരമായ സാമ്യതകളും സഖ്യവും ഉള്ള ഒരു കാലത്ത് കാശും അധികാരവും ഇല്ലാത്തവർ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, അല്ലെങ്കിൽ പിന്നെ അഖീദ വേണം, ആദർശങ്ങൾ വേണം, ആശയങ്ങൾ വേണം. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും മുകളിൽ സംസാരിക്കാൻ കരുത്ത് നൽകുന്നത് കാലാതിവർത്തിയായ ആദർശങ്ങൾക്കാണ്, ആശയങ്ങൾക്കാണ്, ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും നടപടിക്രമങ്ങൾക്കാണ്. അതുകൂടി കൈമോശം വന്നാൽ സംഘപരിവാരത്തെ പോലത്തെ കപട പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ കാപട്യം കളിക്കാൻ തീരുമാനിച്ച മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മതപ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവരെ പോലും അതിന്റെ മുമ്പിൽ ഒറിജിനൽ ഏറ്റവും വലിയ ദജ്ജാലായ സംഘപരിവാരത്തിന്റെയും ഇസ്രയേലിന്റെയും മുമ്പിൽ അല്ലറ ചില്ലറ ഡ്യൂപ്ലിക്കേറ്റ് കളി കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കൊച്ചു ദജ്ജാലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ അറിയണം. മസീഹു ദജ്ജാലിന് പകരം മസീഹു ഈസബിന് മറിയം. നിങ്ങൾ ഈസബിന് മറിയമാണെങ്കിൽ വ്യാജ മസീഹുമാർക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. അതേസമയം ഒറിജിനൽ മസീഹു ദജ്ജാലിനെതിരെ കേവല അതേ ഡ്യൂപ്ലിക്കേറ്റ് സ്വഭാവത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുതൽ ലോകത്തിലെ ഏതൊരു മതപ്രസ്ഥാനമാണെങ്കിലും മതേതര പ്രസ്ഥാനമാണെങ്കിലും ശരി, സയണിസത്തിന്റെയും സംഘപരിവാരത്തിന്റെയും അത് രണ്ടിനെയും പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ മാരകമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ദർശനങ്ങളുണ്ട്. അതിന്റെ വിശകലനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഇമ്പീരിയലിസം എന്ന് പറയുന്ന സാമ്രാജ്യത്വം, അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്ന് പറയുന്ന മുതലാളിത്തം, ഫാസിസം എന്ന് പറയുന്ന വംശീയതയും വർഗീയതയുടെയും സാമുദായികതയുടെയും ഒക്കെ സംവിധാനങ്ങൾ, ഈ ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും കൂടി നട്ടുവളർത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തിന്റെയും സയണിസത്തിന്റെയും, നേരത്തെ പറഞ്ഞ സയണിസം ഇസ്രായേൽ കേന്ദ്രിതമാർഗങ്ങളിൽ, ഫാസിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാർ കേന്ദ്രീകൃതമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യകളിലൊന്ന് താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് 130, ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത് ഈ ജനസംഖ്യയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് പവർ ഉണ്ടാകുന്നത് സംഘപരിവാരത്തിന് പവർ ഉണ്ടായത് കൊണ്ടൊന്നുമല്ല, മറിച്ച് 130 കോടി ജനങ്ങൾ ക്യാപിറ്റലിസത്തിന്റെ കണ്ണിലും ഇമ്പീരിയലിസത്തിന്റെ കണ്ണിലും മികച്ച വിളവെടുപ്പ് നടത്താൻ കഴിയുന്ന കൃഷിയിടമാണ് 130 കോടി എന്ന് പറയുന്നത്. ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് അത്ഭുതകരമായ ഒരു ആയുധമാണ്. യൂറോപ്പും അമേരിക്കയും കാനഡയും ജർമ്മനിയും ഒക്കെ, ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും ഒക്കെ വെള്ളം കുടിക്കുന്ന ഒരു മേഖലയാണത്. അതുകൊണ്ട് ഇന്ത്യയിലെ 130 കോടി വരുന്ന ജനസമൂഹം എന്ന് പറയുന്നത് അതുപോലും മഹാവൈവിധ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന, കാശ്മീരും കന്യാകുമാരിയും തമ്മിൽ ഒരു സാമ്യതകളുമില്ല, ഗുജറാത്തും ആസാമും തമ്മിൽ ഒരു സാമ്യതകളുമില്ല, ബംഗാളിനെയും ഉത്തർപ്രദേശിനെയും കർണാടകയെയും ഒരേ വരമ്പിൽ നിങ്ങൾക്ക് കെട്ടാൻ സാധ്യമല്ല. കാലാവസ്ഥ മുതൽ കലാസാംസ്കാരിക സംവിധാനങ്ങൾ മുതൽ ആചാര അനുഷ്ഠാന വേഷ കലാ കായിക സംവിധാനങ്ങൾ മുതൽ ഇത്രയും വൈവിധ്യമുള്ള അടയാളപ്പെടുത്തലുകൾ നിർവഹിക്കുകയും എന്നാൽ അപാരമായ സ്വഭാവത്തിൽ ജനാധിപത്യത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ലോകത്തിലെ തന്നെ അപകടകരമായ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി സ്വാതന്ത്ര്യം നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയെ ജനാധിപത്യ സംവിധാനമായി നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ 130 കോടി മനുഷ്യർ, ഈ 130 കോടി മനുഷ്യരുടെ ചിലവിലും മറവിലും ഒളിവിലും നിന്നുകൊണ്ടാണ് സംഘപരിവാർ അതിന്റെ കപടകള്ള കാപട്യങ്ങളെ മുഴുവൻ ഈ രാജ്യത്തിന്റെ അകത്തളങ്ങളിൽ ഇട്ടടിച്ചുകൊണ്ടിരിക്കുന്നത്, നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലവർ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിനെ മുച്ചൂടും നശിപ്പിക്കുന്ന സംഘപരിവാർ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഇങ്ങനെ സംഘപരിവാരത്തിന് പോകാൻ ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ കുട്ടിച്ചോറാവും എന്ന കാര്യത്തിൽ ഒരു സംശയം നമ്മൾ വെക്കേണ്ട കാര്യമില്ല. സംഘപരിവാർ അതിന്റെ ആശയഗതികളും വാദഗതികളുമായി രംഗത്ത് വന്ന ഘട്ടത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടിട്ടുണ്ട്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അതിനേക്കാൾ അപകടകരമായ സംവിധാനങ്ങളിലേക്ക് ഈ രാജ്യം അതിവേഗതയിൽ വലിച്ചിഴക്കപ്പെടുകയും എടുത്തെറിയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇതിനെ കൈപിടിച്ചു നിർത്താൻ സന്നദ്ധമല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ അത്ഭുതകരമായ സ്വഭാവങ്ങളിൽ നിലനിൽക്കുന്ന ഈ രാജ്യം ചിതറുകയും തകരുകയും പൊളിയുകയും ഒക്കെ ചെയ്യുന്നതിന്റെ തുടക്കക്കാരായി, കാരണക്കാരായി സംഘപരിവാർ മാറുമെന്ന് മാത്രമല്ല, നോക്കുകുത്തികളായി കേരളത്തിലെ
ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ പ്രത്യേകിച്ചും പ്രകാശ് കാരാട്, സീതാറാം യെച്ചൂരി വളരെ കർക്കശമായ നിലപാടുണ്ടായിരുന്ന ആളാണ്. ഫാസിസം, അതിനെതിരെ ഇന്ത്യ മുന്നണി ഒക്കെ വലിയ. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ CPM-ന് വേണ്ടി സംസാരിക്കുന്ന ഒരു അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഫാസിസമോ എവിടെയും എത്തിയിട്ടില്ല. അവർ ബാബരി മസ്ജിദ് തകർത്തിട്ടില്ല, അവർ വഖഫ് കൊണ്ടുവന്നിട്ടില്ല, അവർ NRC നടപ്പിലാക്കിയിട്ടില്ല, അവർ തല്ലിക്കൊല്ലുന്നില്ല, അവർ ബുൾഡോസറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. കേരളത്തിലൊന്നും RSS-ന് ഒരു സ്വാധീനവുമില്ല, ഇന്ത്യ രാജ്യത്തിൽ എവിടെയുമില്ല. അതൊരല്ലറ ചില്ലറ മൈന്യൂട്ട് ന്യൂനപക്ഷ വർഗീയത പോലെ തന്നെ ഒരു ഭൂരിപക്ഷ വർഗീയതയും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ കാഴ്ച എന്ന് മനഃപൂർവ്വം കണ്ണടച്ച് ഇരുട്ടാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ അധികാരവും സമ്പത്തുമില്ലെങ്കിൽ രാഷ്ട്രീയപരമായി പരാജയം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് തടി രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച CPM അത്തരം ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ സംഘപരിവാരത്തിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഈ രാജ്യം വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റിയെ പോലത്തെ ഒരു പ്രസ്ഥാനം കരുത്തോടുകൂടി ശബ്ദമുയർത്തി സത്യവിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ കുറെ സ്ഥലത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. രണ്ടു തരം പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഖുർആനിൽ ധാരാളം കാണാൻ പറ്റും. ഒന്ന് ഖുൽ, പറയുക, പ്രഖ്യാപിക്കുക, മിണ്ടാതിരിക്കരുത്. പ്രവാചകന്മാരോടുള്ള ആഹ്വാനമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, നീ പറയുക ദൈവം ഏകനാകുന്നു. ദൈവം അല്ലാഹു, ഖുൽ ഹുവല്ലാഹ്, അവൻ ദൈവമാകുന്നു. അഹദ്, അവൻ ഏകനുമാകുന്നു. നിങ്ങൾ പറയണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ നാഥനോട് ഞങ്ങൾ അഭയം തേടുന്നു എന്ന് പറയുക. അമേരിക്കയോടല്ല, ട്രംപിനോടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തോടോ സംവിധാനങ്ങളോടോ അല്ല. ഈ പ്രപഞ്ചങ്ങളുടെ നാഥനോട് ഞാൻ അഭയം. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകണല്ല. ഖുൽ, നീ പറയുക, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ, ഞാൻ പ്രവാചകനാണ്. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രവാചകനല്ല, ഞാൻ ഏതെങ്കിലും ഒരു ജാതീയതയുടെ പ്രവാചകനല്ല, ഞാനൊരു വർഗത്തിന്റെ പ്രവാചകനല്ല, ഞാനൊരു ദേശീയ വംശീയ സംവിധാനങ്ങളുടെ പ്രവാചകനല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വക്കാലത്ത് പിടിക്കാൻ വന്നവനല്ല. മതപ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തമ്മിൽ ഇടചേർന്ന് അപകടകരമായ ഒറ്റുകൊടുക്കലുകളും മാറ്റിവിൽക്കലുകളും കച്ചവടങ്ങളും ഒക്കെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ തുരുത്തിലാണ് നമ്മളുള്ളത്. ഇസ്രായേലുമായി കൂടെ കിടക്കുന്ന അമേരിക്കൻ ട്രംപ് മുതൽ ഇന്ത്യ രാജ്യത്തിലെ സംഘപരിവാരത്തിനോട് തോളോട് തോൾ തോർന്നു നിൽക്കുന്ന ഹിന്ദുവിലും ക്രിസ്ത്യാനിറ്റിയിലും മുസ്ലിമിലുമൊക്കെയുള്ള പുണ്യ വ്യക്തിത്വങ്ങളടക്കമുള്ളവർ ഉള്ള ഒരു കാലത്ത് നീ പറയുക, ഖുൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവൻ വന്നിട്ടുള്ള പ്രവാചകനാണ്. ഞാൻ ആ ഭാഗം അവിടെ വെക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഖുർആനിന്റെ പ്രഖ്യാപനം നിങ്ങൾ പറയുക, പറയാൻ ധൈര്യമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു ഇലാഹാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും പ്രഖ്യാപിക്കുക. മൂസ റസൂലുള്ളാഹ്, ഈസാ റസൂലുള്ളാഹ്, ഇബ്രാഹിം റസൂലുള്ളാഹ്, സുലൈമാൻ റസൂലുള്ളാഹ്, അല്ലാഹു ഇലാഹാണ്, ഇവരൊക്കെ പ്രവാചകന്മാരായിരുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇങ്ങനെ തുടങ്ങി ഖുർആൻ നമ്മളോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. പറയാനുള്ള ധൈര്യം, പറയൽ എങ്ങനെ എന്നുള്ളതൊക്കെ വിശുദ്ധ ഖൂലു ഖൗലൻ കരീമ, ഖൂലു ഖൗലൻ ലയ്യിന, ഖൂലു ലിന്നാസി ഹുസ്ന, ഖൗലൻ മൈസൂറ, ലളിതമായി മനോഹരമായി, വിദ്വേഷങ്ങളില്ലാതെ, വംശീയതയില്ലാതെ, വർഗീയതയില്ലാതെ, പ്രകോപനങ്ങളില്ലാതെ, വയലന്റ് ആവാതെ, അക്ഷമ കാണിക്കാതെ, മാന്യതയുടെയും വിശുദ്ധിയുടെയും മൂല്യത്തിന്റെയും മാനവികതയുടെയും ഇഹ്സാനിന്റെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ പറയണം, പറയേണ്ടത് നിങ്ങൾ പറയണം. അധികാരത്തിലുള്ളത് സംഘപരിവാരമായതുകൊണ്ട്, സംഘപരിവാർ ഇന്ത്യയല്ല, സംഘപരിവാർ ഇന്ത്യൻ ഭരണഘടനയല്ല, സംഘപരിവാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ല, സംഘപരിവാർ എന്ന് പറയുന്നത് കള്ളപ്രസ്ഥാനമാണ്. ഷിർക്കിന്റെയും കുഫറിന്റെയും ദുൽമിന്റെയും ഫുസൂഖിന്റെയും ഫസാദിന്റെയും ഫിത്നയുടെയും വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള താഗൂത്ത്, ജാഹിലിയത്ത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിട്ടുള്ള അതിക്രമങ്ങളുടെ, ആക്രമണങ്ങളുടെ, തെമ്മാടിത്തരങ്ങളുടെ, കാപട്യങ്ങളുടെ, പാന്തോന്നിത്തരങ്ങളുടെ, അതുപോലെ തന്നെ അതിരുവിട്ട പ്രവർത്തനങ്ങളുടെ പ്രതീകമാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. സംഘപരിവാരത്തെ അനുസരിക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ ഒരാൾക്കില്ല. സംഘപരിവാരത്തിനുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. സംഘപരിവാരത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയേ അല്ല, ഒരർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ വിശുദ്ധ ഖുർആൻ പലതരത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ഫലാ തുത്ഇൽ കാഫിരീൻ,
ധിക്കാരികളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. ലോകത്തിലെ ഒരു ധിക്കാരിയെയും, മതധിക്കാരിയോ രാഷ്ട്രീയ ധിക്കാരിയോ ഉദ്യോഗസ്ഥ ധിക്കാരിയോ മീഡിയ ധിക്കാരിയോ കലാ സാംസ്കാരിക സാഹിത്യ ധിക്കാരിയോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും പ്രാപഞ്ചികതയുടെയും മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന, അതിനെ നിരാകരിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിനെ തകർക്കുന്ന, അതിനെ മറച്ചു വെക്കുന്ന ഒരു ധിക്കാരികളെയും നിങ്ങൾ അനുസരിച്ചു പോകരുത്. ക്രിമിനലുകളാണ് സംഘപരിവാർ. ഈ രാജ്യത്ത് അത് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ സയനിസത്തിന്റെയും ഫാസിസത്തിന്റെയും ഇന്ത്യൻ ഫാസിസത്തിന്റെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ UPA സർക്കാർ നടത്തിയതിന് പലതുമാണ് പ്രധാനമന്ത്രിയുടെ ചെലവിൽ സംഘപരിവാർ RSS ഇന്ത്യയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു നന്മയും രാജ്യത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, ക്രിമിനലുകളാണിവർ, അക്രമകാരികളാണിവർ, മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നവരാണിവർ, അണ്ടർഗ്രൗണ്ട് അജണ്ടകളിലുള്ളവരാണവർ. മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുകയും ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാതിരിക്കുകയും മനുഷ്യനോട് സംവദിക്കാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ഇരുളുകളിൽ മറഞ്ഞിരിക്കുകയും നുഴഞ്ഞും ഇഴഞ്ഞുമൊക്കെ കയറി വന്ന് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ആളുകളെയും കൊല ചെയ്യുന്നത് മുതൽ മസ്തിഷ്ക പ്രക്ഷാളനമടക്കം നടത്തുന്നതിൽ വളരെ അപകടകരമായ രഹസ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാരകമായ പ്രവണതകളുള്ള പ്രസ്ഥാനമാണത്. അതുകൊണ്ട് നബിക്കിറങ്ങിയിട്ടുള്ള ആദ്യത്തെ വഹയാണല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതിന്റെ അവസാനത്തെ ഭാഗം വളരെ മനോഹരമായ ഭാഗമാണത്. കല്ലാല ഇല്ലം യന്തഹി. ഈ പരിപാടി ഇവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ പക്ഷെ നമ്മുടെ റസൂലാവണം. വർത്തമാനകാലത്തെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ഒരു ഫോർമുല സമർപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ മതസംഘടനകൾ അവരുടേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംവിധാനത്തിലുള്ളവർ അങ്ങനെ ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ നമുക്ക് എടുക്കാൻ വിലക്ക്. പക്ഷേ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രധാനപ്പെട്ട രംഗത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതിന് വേണ്ടി കഅബയിൽ, നമസ്കാരം ഒരു പ്രശ്നമാണല്ലോ, ആ നമസ്കാരം നിർവഹിച്ചു. എന്തുകൊണ്ട് പള്ളികൾ തകർക്കപ്പെടുന്നു? എന്തുകൊണ്ട് മസ്ജിദുൽ അഖ്സ മുതൽ ബാബരി മസ്ജിദ് അടക്കം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ കാലത്തെ എക്കണോമിക്കൽ ഫിനാൻഷ്യൽ ടെററിസ്റ്റുകൾ, സാമ്പത്തിക ഭീകരവാദികൾ ചോദിച്ച ചോദ്യം, അസ്സലവാതുക യാ ശുഐബ്, ഞങ്ങളുടെ സാമ്പത്തിക ഘടനയെ കൊള്ളയും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അതുപോലെ തന്നെ ഊഹക്കച്ചവടവും പലിശയും കരിഞ്ചന്തയും ഒക്കെ നടത്തി ഞങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയെ വിമർശിക്കാൻ നിനക്ക് എങ്ങനെയാണ് ഷുഐബേ ധൈര്യം വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ പറയുന്നത്, അധികാരമില്ലാത്ത, മീഡിയ പിൻബലമില്ലാത്ത, രഹസ്യാന്വേഷണങ്ങളുടെ സംവിധാനമില്ലാത്ത, മഹാഭൂരിപക്ഷത്തിന്റെ പിൻബലങ്ങളില്ലാത്ത ഷുഐബേ, ഞങ്ങളുടെ സമ്പദ്ഘടനയെ വിമർശിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുമ്പോൾ അവര് തന്നെ ചെന്നെത്തുന്ന കാരണം, അവർ തന്നെ പറയുന്ന കാരണം, അസ്സലവാതുക യാ ശുഐബ്, നിന്റെ നമസ്കാരമാണോ ഷുഐബേ നിന്നെ ഇതിന് പ്രാപ്തനാക്കുന്നത്? വിശ്വാസിയെ കരുത്തനാക്കുന്ന, ശക്തനാക്കുന്ന, പൂർണ്ണനാക്കുന്ന, അവനെ ആഭ്യന്തരമായും ധാർമ്മികമായും ആത്മീയമായും അതികൽപ്പുള്ള വ്യക്തിത്വമാക്കി മാറ്റിയെടുക്കുന്ന നമസ്കാരം എന്ന് പറയുന്ന ആ നമസ്കാരത്തിന്റെ കേന്ദ്രമാണ് പള്ളികൾ. വഖഫ് ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യം പള്ളികളായിരിക്കും. സാംസ്കാരികതയുടെ, ആരാധനയുടെ, സാമൂഹികതയുടെ, അതുപോലെ തന്നെ ഷിആറിന്റെ എല്ലാ പ്രതീകങ്ങളുമുള്ള കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അവന്റെ വീടെങ്ങനെയാണോ എന്നതുപോലെ ഒരു സമുദായത്തിന് അതിന്റെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വീട് പോലെയാണ്. ഒരു വ്യക്തിയുടെ വീട് നശിപ്പിക്കപ്പെട്ടാൽ അവൻ ഇരുട്ടിലേക്കും വെയിലിലേക്കും മഴയിലേക്കും മഞ്ഞിലേക്കും വലിച്ചിടക്കപ്പെടുന്നത് പോലെ ഒരു സമുദായത്തിന്റെ പള്ളിയും അല്ലെങ്കിൽ ഏതൊരു സമുദായത്തിന്റെയും ആരാധനാലയങ്ങളും അവരെ നിലനിർത്തുന്ന അതിന്റെ സംവിധാനങ്ങളും നഷ്ടപ്പെട്ടാൽ, അതുകൊണ്ട് പള്ളികൾ അവർക്ക് ടാർഗറ്റാണ്. ആ പള്ളികളിലേക്ക് നമസ്കരിക്കാൻ വരുന്നവരെ തടയാൻ കൊണ്ട് പള്ളി തകർക്കും. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ വന്നു, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയൊക്കെ കൊണ്ടുവന്നിട്ട് തലയിലിട്ടു. ഖുർആനോട് മറുചോദ്യം ചോദിക്കുന്നുണ്ട്, അറായിത ഇൻ കാന അലൽ ഹുദാ, അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ. ആരാണ് സന്മാർഗത്തിൽ? അമിത്ഷായാണോ? നരേന്ദ്രമോദിയാണോ?
അതല്ലെങ്കിൽ ഹഡ്ഗാവറാണോ, ഗോൾവാൾക്കറാണോ, ഗോഡ്സെയാണോ? ആരുടേതാണ് സന്മാർഗം? ആരുടേതാണ് സന്മാർഗം? സംഘപരിവാരത്തിൻ്റെതാണോ സന്മാർഗം? ആരാണ് സന്മാർഗത്തിൽ? രണ്ട് മാർഗങ്ങളെ ലോകത്തുള്ളൂ. ഒന്ന് സന്മാർഗം, ഒന്ന് ദുർമാർഗം. ഇതല്ലാത്തൊരു മാർഗമൊന്നുമില്ല. ബാക്കിയൊക്കെ മനുഷ്യൻ അവന്റെ അധികാര, സാമ്പത്തിക, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞും പിരിച്ചും വിഭജിച്ചും വെട്ടിക്കീറയും പൊട്ടിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി. അടിസ്ഥാനപരമായി ഒന്ന് നന്മ, ഒന്ന് തിന്മ. ഇതല്ലാത്ത സാധനമൊന്നുമില്ല. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ് ഈ മുഹമ്മദ് നബി, അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിൽ, നമസ്കരിക്കാൻ വരുന്നവനെ തടയുന്നവനെ നീ കണ്ടില്ലേ? അദ്ദേഹം സന്മാർഗത്തിലാണെങ്കിലോ, അദ്ദേഹം തഖ്വയുള്ളവനാണെങ്കിലോ, തഖ്വ ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളുടെയും, ഇസ്ലാമിന്റെ മാത്രമല്ല, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മുൻകഴിഞ്ഞ മഹാപ്രവാചകന്മാരും മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ള ധാർമ്മികതയുടെ സത്തയാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരു വിഷയത്തിലെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ വിവേചന ബോധത്തെയാണ് രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കുന്നിടത്ത് ധാർമ്മികതയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് തഖ്വ എന്ന് പറയുന്നത്. അതിന്റെ നേരെ അപ്പുറത്ത് കിടന്നാണ് അസബിയത്ത്, വംശീയത എന്ന് പറയുന്നത്. ധാർമ്മികതക്കപ്പുറം വംശം നോക്കി, പാർട്ടി നോക്കി, സംഘടന നോക്കി, ജാതി നോക്കി, ദേശം നോക്കി, സമുദായം നോക്കി കാര്യങ്ങളെ തീരുമാനിക്കുന്നതിനാണ് വംശീയതയെന്നും വർഗീയതയെന്നും ജാതീയതയെന്നും സാമുദായികതയെന്നും ഒക്കെ നമ്മൾ പേരിട്ട് വിളിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മൂല്യവും മൂല്യമില്ലായ്മയും തമ്മിൽ. അതുകൊണ്ട് ഈ പ്രവാചകൻ മൂല്യത്തിന്റെ, നന്മയുടെ, ധാർമ്മികതയുടെ വ്യക്തിത്വമാണ്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്, കല്ലാ ലഇല്ലം യൻതഹി, ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഈ പരിപാടി നിങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെ ദുഷിപ്പിക്കാനും നശിപ്പിക്കാനും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ കുടുംബക്ക് ഞാൻ പിടിക്കും. കുടുംബക്ക് ധാരാളം അർത്ഥങ്ങളുണ്ട്, അതിന് വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നില്ല. ഇന്ത്യയിൽ കുടുംബ വളരെ പ്രധാനപ്പെട്ടതാണ്. സവർണ പൗരോഹിത്യത്തിന്റെ അപകടകരമായ അടയാളങ്ങളിലൊന്നായി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന, പ്രകടിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടൊന്നല്ല ഖുർആൻ അത് പറഞ്ഞത്, മൂർധാവിൽ പിടിക്കും. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ കഴിയില്ലോന്ന്. അവനെ എന്തുണ്ടെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് വട്ടം കിടക്കാം. അവന്റെ മൂർധാവിൽ ഞാൻ പിടിക്കും, അവന്റെ മൂർധാവിൽ ഞാൻ പിടിക്കും. നിങ്ങൾ വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോ, എല്ലാവരെയും വിളിച്ചോ. സനദ് നാം സബാനിയാക്കളെ വിളിക്കും. നിങ്ങൾക്ക് വേണ്ടവരെയൊക്കെ നിങ്ങൾ വിളിച്ചത് പറഞ്ഞിട്ട് അവസാനം ഖുർആൻ പറഞ്ഞു, അല്ല, പക്ഷെ അങ്ങനെയല്ല. അബൂജഹലിനെ ലാ തുതിഉഹു, നിങ്ങൾ അനുസരിച്ചു പോകരുത്. അമിത് ഷായെയും നരേന്ദ്രമോദിയെയും ഹെഡ്ഗാവറെയും ഗോൾവാൾക്കറെയും സംഘപരിവാരത്തെയും RSSനെയും ഒന്നും അനുസരിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തിലെ ഒരു പൗരനുമില്ല, ഒരാൾക്കുമില്ല, മുസ്ലിങ്ങൾക്ക് തീരെയില്ല. എന്നിട്ട് പിന്നെ ഒരു ഡിമാൻഡ് കൂറാൻ വെച്ചു, വസ്തുത, നിങ്ങൾ സുജൂദിൽ വീഴുക, നിങ്ങളുടെ സുജൂദിൽ വീഴുക. സുജൂദ് പ്രതീകാത്മകമാണ്, ഞാനതിലേക്ക് പോകുന്നില്ല. ഒന്ന് കർമ്മപരമായ സുജൂദ്, നമസ്കാരത്തിലെ സുജൂദ്. രണ്ടാമത്തത് ആശയത്തിലും പ്രയോഗത്തിലുമുള്ള സുജൂദ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിന് മാത്രം കീഴൊതുങ്ങുന്ന, അതാണല്ലോ സുജൂദിന്റെ ആത്യന്തികമായ അർത്ഥം. വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, ഖുർആൻ കേട്ടാൽ അവർ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ ഖുർആൻ കേൾക്കുമ്പോൾ ആകെ കമിഴ്ന്നു വീണ് എപ്പോഴും സുജൂദ് ചെയ്യണമെന്ന. എന്തിനാണ് ഈ സുജൂദ് ചെയ്യുന്നത്? ആ സുജൂദ് ചെയ്യുന്നത് എന്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, കലാ, സാഹിത്യ, മത, രാഷ്ട്രീയ എല്ലാ വിഷയങ്ങളിലും എന്റെ സുജൂദ് അല്ലാഹുവേ നിനക്കാണ്, നിനക്ക് മാത്രമാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ട് കല്ലാ ലാ തുതിഉഹു, ഇവരൊന്നും നിങ്ങൾ അനുസരിക്കരുത്. വസ്ജുദ്, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക. വളരെ കൂടുതൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുക. അതിവേഗതയിൽ നിങ്ങൾ അല്ലാഹുവുമായിട്ട് അടുക്കുക. വഖ്തരിബ്, അവരോട് സാമീപ്യം നേടുക. ഞാൻ പറയുന്നത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ധാർമ്മിക ആശയ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘപരിവാരത്തിനെ പോലത്തെ ഈ കാപട്യ കള്ള ക്രൗര്യ സംഘം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒളിവിലും മറവിലുമൊക്കെ നിന്നുകൊണ്ട് പൗരന്മാരെയും അതിന്റെ സമൂഹത്തെയും അതിന്റെ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാർമ്മികമായ കരുത്ത്, ഇസ്ലാമികമായ കരുത്ത്, വലാ തഹിനു വലാ തഹസനു, ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. നിങ്ങൾ ഖേദിക്കേണ്ടതില്ല, നിങ്ങൾ ദുർബലരാവേണ്ട കാര്യമില്ല. വഅൻതുമുൽ അഅ്ലാന, നിങ്ങളാണ് അത്യുന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ.
ഈമാനിനെ വിശുദ്ധ ഖുർആനും പ്രവാചകനും ലളിതമായി ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഒന്നും തിരിയലല്ല പുണ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈമാൻ എന്നൊക്കെ പറയുന്നത്. വലാകിന്നൽ ബിർറ, പിന്നെ എന്താണ് ബിർറ്, പുണ്യം എന്നൊക്കെ പറയുന്നത്? ആമന ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈമാനിന്റെ മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. മതമതേതര സാമൂഹിക രാഷ്ട്രീയ കോടതി പോലീസ് ഭരണകൂടം സംവിധാനങ്ങൾ എല്ലാവരിലും വിശ്വാസമർപ്പിക്കുന്നതിനേക്കാൾ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുക. വൽ കിതാബി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, മാലാഖമാരിൽ. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, അല്ലാഹുവാണ് ഇലാഹാണെന്ന് പറയുകയും ആ മാർഗത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങൾ ഖേദിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാവലിട്ട് തരും. നിങ്ങളുടെ സമാധാനം ഖുർആൻ പറഞ്ഞാണല്ലോ. നിങ്ങളെ അല്ലാഹു എന്താണ് ബദർ യുദ്ധത്തിന്റെ സംഗതി വിശദീകരണം നടത്ത ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, സ്പെഷ്യൽ കമാൻഡോകളായ 5000 മലക്കുകളെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ പോവുകയാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം, മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഏതോ ഒരു അസ്രായേൽ എന്നെയും നിങ്ങളെയും പിടിക്കാൻ വേണ്ടി കടന്നു വരും എന്ന മലക്കിനപ്പുറം ഭൗതിക ജീവിതത്തിന്റെ പ്രതികരണങ്ങളിലും പ്രതിസന്ധികളിലും സംഘർഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ നമ്മൾ ഉടരുന്ന ഘട്ടത്തിൽ മാലാഖമാർ കടന്നിറങ്ങി വന്ന്, അൽഹംദുലില്ലാഹ്, ഗസയിൽ അതുണ്ട്, ഫലസ്തീനിൽ അതുണ്ട്. ലോകത്തിലെ ഏറ്റവും ഗംഭീരൻ ശക്തിയോട്, തമ്മാടി കൂട്ടത്തോട്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അടിവേര് താഴ്ന്നിട്ടുള്ള ഗസയിലെ ഹമാസ്, പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഹമാസ്, എത്ര വലിയ മിസൈലുകളും ടാങ്കുകളും നയതന്ത്ര രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് പോലും പറിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം, വെട്ടിക്കളഞ്ഞ് നശിപ്പിക്കാൻ കഴിയാത്തവണ്ണം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലടക്കം ലോകത്തെ ഏതെങ്കിലും ഒരു സമരസംഘം, ഏതെങ്കിലും ഒരു പോരാളി സംഘം ഇത്രമാത്രം ഭൗതികമായി സംവിധാനങ്ങളുള്ള ഒരു സംഘത്തോട് പിടിച്ചു നിന്ന ചരിത്രം ലോകത്തിലില്ല എന്ന് നമ്മൾ അറിയണം. ഖലിസ്ഥാൻ പ്രസ്ഥാനങ്ങൾ, നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ, LTT പ്രസ്ഥാനങ്ങൾ, ഐറിഷ് പ്രസ്ഥാനങ്ങൾ, ലോക തീവ്രവാദ പ്രസ്ഥാനങ്ങളും, അതിന്റെ തെറ്റും ശരിയൊന്നുമല്ല നമ്മളിപ്പോ പറയുന്നത്, സായുധ ലെവലിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ സ്വന്തം രാജ്യത്തും അകത്തും പുറത്തുമൊക്കെ നശിപ്പിക്കപ്പെട്ട ഘട്ടത്തിലും ഒരായുധവുമില്ലാത്ത ചില്ലറ നിസ്സാര ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടനും ആയുധ നിർമ്മാതാവും ആയുധങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഉപയോഗിക്കുന്ന ഇസ്രയേലിന് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക, യൂറോപ്യൻ ശക്തികൾ, അതുപോലെ തന്നെ ഭരണകൂടങ്ങൾ, അതിനോടൊക്കെ സഖ്യം പ്രഖ്യാപിച്ച് ചർച്ചയും ഡിപ്ലോമസിയും അതുപോലെ തന്നെ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന അറബ് ഭരണകൂടങ്ങൾ അടക്കമുള്ള ഘട്ടത്തിൽ പോലും പട്ടിണിയിലും പരിവട്ടത്തിലും രക്തസാക്ഷിത്വത്തിലും എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ മലക്കുകൾ, അതിന്റെ സമന്നതരായ നേതാക്കന്മാർ മുതൽ പിഞ്ചു കുട്ടികളടക്കം രക്തസാക്ഷിത്വത്തിന്റെ വഴികളിലൂടെ വിശാലമായി സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേൽ എന്ന് പറയുന്ന, അമേരിക്ക എന്ന് പറയുന്ന, അതിനോട് ചാഞ്ഞും ചെരിഞ്ഞും ഇടചേർന്നും നിൽക്കുന്ന ലോക സംവിധാനങ്ങൾക്ക് ഫലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന പ്രദേശം ബാലികേറാമലയായി, കാലുകുത്താൻ കഴിയാത്ത മേഖലയായി നിലനിൽക്കുന്നുവെങ്കിൽ, ഞാൻ മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ട് മലക്കുകള് വൽമലായികത്ത്, നിങ്ങൾക്ക് മലക്കുകളിൽ ഈമാനെ അതൊക്കെയാണെന്ന് ഞാൻ പറയണത്, വിശദാംശങ്ങളിലേക്ക് പോടില്ല. വൽ കിതാബി, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. കണ്ട പാർട്ടികളുടെയും സംഘങ്ങളുടെയും വ്യത്യസ്തമായ ദർശനങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ പുസ്തകങ്ങളിൽ നോക്കി മതേതരപരം, സെക്യുലറിസം, അതുപോലെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞ് പലതിന്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് പോകുന്നതിന് പകരം ദൈവികമായ കിതാബുകളിലേക്ക് നിങ്ങൾ മുഖം തിരിക്കുക. ലോകത്തിലെ എല്ലാ കിതാബുകളിലേക്കും, ഖുർആൻ മാത്രമല്ല, ഖുർആനിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ അടക്കം, ഖുർആൻ ഫുർഖാൻ കൂടിയാണ്, ഉലക്കല്ല് കൂടിയാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ വേദങ്ങളിലുണ്ടോ ആ വേദങ്ങളെ മുഴുവൻ നമ്മൾ സത്യപ്പെടുത്തുകയും
ഖുർആനിന് വിരുദ്ധമായ നിലപാടുകളുണ്ടെങ്കിൽ അത് കൽപ്പിതമാണെന്നും ചേർത്ത് വെച്ചതാണെന്നും പിന്നീട് രാഷ്ട്രീയ പൗരോഹിത്യ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ തങ്ങൾക്ക് വേണ്ടി എഴുതി ചേർത്തതാണ് എന്നും പരിശോധിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിലെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും നിങ്ങൾ പഠന വിധേയമാക്കണം. അല്ല കിതാബിൽ ഈമാൻ കാര്യങ്ങളിൽ കിതാബിൽ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വെറും വർത്താനൊന്നും അല്ലല്ലോ. ഖുർആൻ അല്ലാത്ത കിതാബ് ഏതാ? ആ കിതാബുകളെ നിങ്ങൾ ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരെയും മരണാനന്തര ജീവിതത്തിലും ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാന റസൂൽ ഒന്നും കൂടി വിശദീകരിച്ചില്ല. 70 പരം ശാഖകളാകുന്നു ഈമാൻ. 70 പരം ശാഖകളാകുന്നു ഈമാൻ. അതിലേറ്റവും അത്യുന്നതമായത് നമ്രൂദ് വിറക്കുന്ന, ഫറോവ വിറക്കുന്ന, ഖാറൂനും ഹാമാനും ഒക്കെ വിറക്കുന്ന, കൈസറും സീസറും ഒക്കെ ഇളകി മറയുന്ന സ്വലോകത്തിലെ ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും ഫാസിസവും സയഡിസവും മനുഷ്യന്റെ മുകളിൽ മനുഷ്യന്റെ അധികാരങ്ങൾ കെട്ടിപ്പൊക്കി വാഴുന്ന ഇലാഹുകളൊക്കെ തന്നെയും വിറച്ചു വീഴുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ കുട്ടിനെ താരാട്ടം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നുമല്ല, അതിനെ ഒരു സന്തോഷമൊക്കെ, പക്ഷെ അതിനപ്പുറം അയഞ്ഞ മട്ടിൽ ഉഴഞ്ഞ മട്ടിൽ അങ്ങനെ ഒരു അഴകുടമ്പല്ല ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ ചരിത്രത്തിലെ ഭരണകൂടങ്ങളും മതനേതൃത്വങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും പൊതുസമൂഹങ്ങളും ഒക്കെ ഇളകിമറിഞ്ഞിട്ടുള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അതാണ് ഈമാനിന്റെ ഏറ്റവും അത്യുന്നതമായ നിലപാട്. അത് പറഞ്ഞിട്ട് പിന്നെ പറയണോ അതിലാഹായി മാത്തത്തിൽ അതാണ് ഇത്രയ്ക്ക്, അതൊക്കെയാണ് ഈമാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ നിരാശരാകേണ്ടതില്ല, നിങ്ങൾ ഖേദിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ വേദഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈമാനിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടാണ് വിഷയങ്ങൾ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ഒരു നരേന്ദ്രമോദിയും ഒരു ഗോൾവാൾക്കറും ഒരു ഹെഡ്ഗേവറും ഒരു സംഘപരിവാരവും ഇന്ത്യൻ മുസ്ലിമീനെ ഭയപ്പെടുത്തുന്ന ഒന്നായി ഇല്ല എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ ഭാഗത്ത് വേറെ പറയുന്നുണ്ട് എന്താണ് മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ടുന്ന ദൗത്യം. മുസ്ലിം ഉമ്മത്ത് വർത്തമാനകാലത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട സോളിഡാരിറ്റി വളരെ ഗൗരവതരമായി നമ്മുടെ മുമ്പിൽ ഉണർത്തുന്ന നമ്മളെ ക്ഷണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിയുടെ സാക്ഷികളാവണം. നീതിക്ക് വേണ്ടി പറയാൻ കോടതികൾ തോറ്റുപോകുന്നിടത്ത്, നിയമ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നിടത്ത് പാർട്ടികളും മതങ്ങളും സംഘടനകളുമൊക്കെ അധികാരി വർഗത്തോട് വാലാട്ടി നിന്നുകൊണ്ട് അവരുടെ അച്ചാരങ്ങളും ഓശാരങ്ങളും ഒക്കെ വാങ്ങാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ എല്ലാറ്റിനും അതീതമായി വിശുദ്ധ ഖുർആൻ വതമ്മത കലിമതു റബ്ബിക സിദ്ഖൻ വഅദല, സത്യവും നീതിയുമാണ് ഈ വേദഗ്രന്ഥം. സത്യവും നീതിയുമാണ് ഈ വേദഗ്രന്ഥം. സത്യത്തിനും നീതിക്കുമെതിരെ ഭൂരിപക്ഷത്തും നിൽക്കാൻ വിശുദ്ധ ഖുർആന് കഴിയില്ല. ഭൂരിപക്ഷത്തിന്റെ പക്ഷത്ത്, ന്യൂനപക്ഷത്തിന്റെ പക്ഷത്ത്, സമുദായത്തിന്റെ പക്ഷത്ത്, പാർട്ടിയുടെ പക്ഷത്ത്, സംഘടനയുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ കമ്പാർട്ട്മെന്റുകളാകുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ വളരെ മനോഹരമായ പ്രയോഗമുണ്ട്. നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ സാക്ഷികളാവണം. അമിൽ വാലിദൈനി, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ പോലും, പിന്നല്ലേ ബാക്കി പാർട്ടിയും സംഘടനയൊക്കെ പിടിക്കേണ്ട കാര്യമുള്ളൂ. അവനെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ സാക്ഷികളാവണം. നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ പോലും, മക്കൾക്കും ഇണകൾക്കും കുടുംബത്തിനുമെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ സാക്ഷികളാവണം. പ്രിയപ്പെട്ട സമൂഹമേ, നമ്മൾ തിരിച്ചറിയേണ്ടത് വർത്തമാനകാല ഇന്ത്യയിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ആളുകൾ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു നീതി കൽപ്പിക്കുന്നു. അള്ളാഹു ഏറ്റവും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കാപട്യവും കള്ളത്തരവുമില്ലാത്ത, സ്വാർത്ഥതയും കൃത്രിമത്വങ്ങളുമില്ലാത്ത, അസൂയയും വിദ്വേഷങ്ങളുമില്ലാത്ത, അകത്തളങ്ങളിൽ അണ്ടർഗ്രൗണ്ട് അജണ്ടകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി, അതാണ് ഇഹ്സാൻ. വിശുദ്ധമായ ഏറ്റവും നിർമ്മലമായിട്ടുള്ള ഇഖ്ലാസും ഇഹ്സാനും അതുപോലെ തന്നെ അള്ളാഹു നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഈ പ്രയോഗങ്ങളിൽ അള്ളാഹുവിനെ നീതിയുടെ സ്ഥാനത്ത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതിയുടെ സാക്ഷികളാവുക. കൂനൂ ഖവ്വാമീന ശുഹദാഅ ബിൽ ഖിസ്ത്.
നിങ്ങൾ നീതിയുടെ സാക്ഷികളാവുക. നീതിയും അള്ളാഹുവും തമ്മിൽ എന്താണ് അള്ളാഹു ഈ പ്രാപഞ്ചിക ഘടനയിൽ എല്ലാറ്റിനെയും സന്തുലിതമായി നിലനിർത്തുന്ന ഒരു പ്രാപഞ്ചിക ഘടന അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത് സന്തുലിതത്വത്തിൻ്റെതാണ്, അത് നീതിയുടേതാണ്, അത് ഏറ്റവും മനോഹരമായ സംവിധാനങ്ങളിലുള്ളതാണ്. അതിനെ നിങ്ങൾ തകർക്കരുത്. ആ നീതിയുടെ സാക്ഷികളായിട്ട് നിങ്ങൾ മാറണം. ഇന്ത്യൻ മുസ്ലിം ഉമ്മ ഈ രാജ്യത്തെ നീതിയുടെ വക്താക്കളായി എഴുന്നേറ്റ് നിൽക്കുക. അതിലാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അധികാരി വർഗങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, മീഡിയ സംവിധാനങ്ങൾ, ഭൂരിപക്ഷം, ന്യൂനപക്ഷം, സമുദായം, ജാതി ഇതൊന്നും പരിഗണിക്കാതെ ഈ രാജ്യത്ത് അനീതിയുണ്ടെങ്കിൽ, അക്രമമുണ്ടെങ്കിൽ, അതിക്രമങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ രംഗത്ത് വരേണ്ട ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും ഉമ്മത്ത് മുസ്ലിങ്ങളായിരിക്കണമെന്ന് പ്രവാചകന്മാരുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുവെങ്കിൽ വർത്തമാനകാലത്തെ വംശീയതയുടെയും വെറുപ്പിന്റെയും അന്തരീക്ഷത്തെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ എല്ലാ അനീതിയും അധർമ്മവും അക്രമവും ഏകപക്ഷീയമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തിനെതിരെ ഒരു കാര്യം കൂടി അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങള് യഥാർത്ഥത്തിൽ ഇവർക്ക് വഴങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല. ചിലപ്പോ ദലിത് പ്രസ്ഥാനങ്ങൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പോകുന്നപ്പോൾ സംസാരിച്ചു, ഇപ്പൊ ജാനുവിനെയൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ? ആദിവാസികൾക്ക് വേണ്ടി, ദലിതുകൾക്ക് വേണ്ടി, പിന്നോക്ക വർഗങ്ങൾക്ക് വേണ്ടി അത്യുച്ഛസ്ഥരം സംസാരിച്ച ഒരു വ്യക്തിയെ പിന്നെ നമ്മൾ കാണുന്നത് സംഘപരിവാരത്തിന്റെ അടുക്കളയിലാണ്, അതിന്റെ കസേരകളിലാണ്. ഇത്രയും ശക്തമായി വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ വിലക്കെടുക്കാനും ഏറ്റെടുക്കാനും ഒറ്റുകൊടുക്കാനും ഒക്കെ സന്നദ്ധമായി നിൽക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ, വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ സംഘപരിവാരത്തിന്റെ മുമ്പിൽ മുട്ടിലിഴയുന്നിടത്തേക്ക് ഇന്ത്യയിലെ, കേരളത്തിലെ CPM മുതൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അടക്കം, കോൺഗ്രസ് ഇപ്പൊ ഇന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. സംഘപരിവാർ ആദ്യം കയറിയത് കോൺഗ്രസിലൂടെയാണ്. ചരിത്രം പഠിച്ച് നമുക്ക് മനസ്സിലാവും. കോൺഗ്രസിന്റെ ശരീരത്തിലാണ് ഈ വൈറസ് ആദ്യം കയറിയത്, എന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തത്. പക്ഷെ കോൺഗ്രസ് ഇപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഘപരിവാർ എന്തായിരുന്നു എന്ന്. രാഹുൽ ഗാന്ധി ചിലപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായി RSSനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ പ്രശ്നം RSS ആണ്, ഇന്ത്യയുടെ പ്രശ്നം സംഘപരിവാരമാണ്, ഇന്ത്യയുടെ വെല്ലുവിളി, ഇന്ത്യയുടെ ഭരണഘടനാ ശത്രു, ഇന്ത്യയുടെ പൊതുശത്രു RSS ആണ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തലയെടുപ്പുള്ള ഏതെങ്കിലും ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിന് കേസോട് കേസാണ്, എല്ലാ സ്ഥലത്തും പോഞ്ഞെടുക്കണം. കാരണം ഇവർക്ക് കോടതിയുണ്ട്, വക്കീലുണ്ട്, അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ട്. അതിനൊക്കെ കേസ് കൊടുത്തിട്ട് ഒരിക്കൽ ഗുജറാത്തിലായിരിക്കും കേസ്, പിന്നെ ആസാമിലേക്ക് കൊണ്ടുവരും, പിന്നെ കർണാടകയിലേക്ക് വിളിപ്പിക്കും, പിന്നെ മധ്യപ്രദേശിൽ ഹാജരാക്കണം. ഇങ്ങനെ കേസ് കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ സംഘപരിവാരം. പക്ഷേ എന്നാലും ധൈര്യസമേതം കോൺഗ്രസ് ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഘപരിവാരം എങ്ങനെയാണ് എന്നുള്ളത്. ആ സംഘപരിവാരം ഇന്ന് ഇന്ത്യയിലെ ദലിത് പ്രസ്ഥാനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ, കാഞ്ചീറാമിന്റെ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഓരോ പ്രാദേശിക സ്റ്റേറ്റിൽ രൂപം കൊണ്ട് DMK, അതുപോലെ തന്നെ തെലുങ്ക് ദേശം, അങ്ങനെ നിതീഷ് കുമാറിന്റെ ബീഹാർ, എല്ലാം നിങ്ങളെടുത്ത് പരിശോധിച്ചു. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും പാർട്ടികളെയും ഒക്കെ തൊടാതെ വിടുങ്ങുന്നതിന് വേണ്ടിയുള്ള അജണ്ടകൾ മാരകമായ സ്വഭാവത്തിൽ സംഘപരിവാർ പ്രയോഗിച്ചപ്പെടും. അതിന് വഴങ്ങാതെ, അതിന് ലഭിക്കാതെ പോയിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്താണ്, ഇന്ത്യയിലെ മുസ്ലിം സമുദായമാണ്. അതിനെ വിലക്കെടുക്കാൻ ചില്ലറ വ്യക്തികളൊക്കെ, സൂഫികൾ എന്നൊക്കെ പറഞ്ഞു, സൂഫി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു ഐറ്റം ഇറങ്ങിക്കണം. എന്താ സാധനം നമുക്ക് തന്നെ അറിയില്ല. അവർക്ക് സൂഫി ഇസ്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എന്ന സൂഫി ഇസ്ലാം, അള്ളാഹ് റസൂൽ ഇസ്ലാം എന്ന് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞു, ഉമർ അബ്ദുൽ ഖത്താബിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞു, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇസ്ലാം എന്ന് പറയും, ഖുർആനിന്റെ ഇസ്ലാം എന്ന് പറയും. എന്തോന്ന് സൂഫി ഇസ്ലാം? അങ്ങനത്തെ ഒരു ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വഴങ്ങുന്ന, ഇണങ്ങുന്ന, മരവിക്കാൻ ഐസ്ക്രീം ആവാനൊക്കെ തയ്യാറായി നിൽക്കുന്ന, അമേരിക്ക മുതൽ അജിത് ഡോവറടക്കം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൂഫി ഇസ്ലാം ഉണ്ട്. എങ്കിലും അത് വളരെ തുച്ഛമാണ്. ആ വിലക്കെടുക്കലിലേക്കും അതിന്റെ ഉള്ളടക്കങ്ങളിലേക്കും കടന്നു കയറുന്ന വളരെ ചുരുങ്ങിയ വ്യക്തികളെ മാറ്റിവെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് NRC മുതൽ, ചിലപ്പോ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും അസാമാന്യമായ ധൈര്യമുണ്ടായത് NRC എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിമിന്റെ പൗരത്വത്തെ റദ്ദ് ചെയ്യാൻ അപകടകരമായ കരിനിയമങ്ങൾ സംഘപരിവാർ ചുട്ടെടുത്ത രംഗത്ത് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഒന്നുമില്ലാത്ത ഇന്ത്യയിലെ മുസ്ലിം ഉമ്മ ധൈര്യപൂർവ്വം തെരുവിലേക്ക് കടന്നു വരികയും സംഘപരിവാർ ഉണ്ടായതിനു ശേഷം മഹാത്മാഗാന്ധി വധത്തിൽ പോലും ലഭിക്കാത്തതുപോലുള്ള
അതിഭീകരമായ എതിർപ്പുകൾ ആശയത്തിലും ദർശനത്തിലും പ്രയോഗത്തിലും സംഘപരിവാർ ഏകപക്ഷീയമായി തേറി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ നിരക്ഷരരും പരമദരിദ്രരും രാഷ്ട്രീയ മേഖലയിൽ ശൂന്യമാക്കപ്പെട്ട മുസ്ലിം ഉമ്മ തെരുവോരങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ അത്യുജ്വലമായ സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ നമുക്ക് തോന്നുന്നു പിന്നീട് വന്ന ഇന്ത്യ മുന്നണിക്ക് പോലും, ഇന്ത്യയിലെ കാർഷിക പ്രസ്ഥാനങ്ങൾക്ക് പോലും, ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ പല സമരങ്ങൾക്കും കരുത്തു പകർന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ഈ തെരുവിലേക്കുള്ള കടന്നുവരവായിരുന്നു. പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ ചെയ്യാൻ സ്വന്തം പൗരത്വത്തെ റദ്ദ് ചെയ്യുന്നിടത്ത് അതിന്റെ വിശദാംശങ്ങൾ നമ്മളുടെ മുമ്പിൽ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ധാരാളം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും അത് ഫയൽ കിടക്കുന്നുണ്ട്, പക്ഷെ അത് പൂട്ടിവെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ കൊള്ളില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് പലതരം ബില്ലുകൾ വേറെ രീതിയിൽ ഏക സിവിൽ കോഡ് എടുക്കുന്നു, മുത്തലാഖ് എടുക്കുന്നു, അതിന്റെ ശേഷം ഇപ്പോൾ അവസാനം വഖഫിലേക്ക് എത്തുന്നു. വഖഫ് പോലും സംഘപരിവാരത്തിന്റെ പരാജയമാണ് അക്ഷരാർത്ഥത്തിൽ. കഴിഞ്ഞ 12-13 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് ഈ രാജ്യത്തെ മനുഷ്യരുടെ മുമ്പിൽ തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നന്മയും എടുത്തു പറയാനില്ലാത്ത ഈ കള്ള സംഘം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം, ഇന്ത്യയിലെ ലോക മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളുടെയും വഖഫിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അവസാനം വഖഫിൽ തൊട്ടുകളിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സോളിഡാരിറ്റി മുതൽ അഖിലേന്ത്യാ തലങ്ങളിലടക്കം ഇന്ത്യയിലെ ഞങ്ങൾ തെരുവിലേക്ക് വരും, ഇന്ത്യയിലെ വന്നകരങ്ങളിൽ ഞങ്ങൾ രംഗത്ത് വരും. ഈ വഖഫിനെതിരെ അവസാനത്തെ വ്യക്തി വധിക്കപ്പെടുന്നതിനേക്കാൾ ഗുരുതരമാണ് ഒരു വ്യക്തിയുടെ സമ്പത്ത് കൊള്ള ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. കാരണം വ്യക്തികൾ മാറിപ്പോയി വന്നാലും സമ്പത്തും അതിന്റെ ഭൗതികമായ സംവിധാനങ്ങളുമാണ്, സോഷ്യൽ സെക്യൂരിറ്റിയും കൾച്ചറൽ സെക്യൂരിറ്റിയുമാണ് ഒരു സമുദായത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പേഴ്സണലോ നിയമങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകുന്നത് മുതൽ, അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പ്രയോഗിക്കുന്നതിനുള്ള അവസരം നൽകുന്നത് മുതൽ, അവന്റെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ അടയാളപ്പെടുത്തലുകളാണ് വഖഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സംഘപരിവാർ ഇരുതലമൂർച്ചയുള്ള ബഹുതലമൂർച്ചയുള്ള ആയുധമാണ് എടുത്ത് പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. സാംസ്കാരികമായി, സാമ്പത്തികമായി, ഇസ്ലാമിക ഉമ്മത്തിന്റെ പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയടക്കം നെരിയാണിക്കും പിരടിക്കും വെട്ടാൻ തീരുമാനിച്ച് ആ ബില്ലുമായി കടന്നു വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ പറയണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും കാണാത്തതുപോലെ ഇന്ത്യയിലെ എന്താണ് പറയാ, പുള്ളിപ്പുലിയും കരടിയും പട്ടിയും പന്നിയൊക്കെ ആയിട്ട് തമ്മിൽ കടിച്ചു കയറുന്ന സംഘപരിവാരത്തിന്റെ അപ്പക്കഷണങ്ങൾക്ക് മുമ്പിൽ അപ്പക്കപ്പം ആ തങ്ങളുടെ നിലപാടുകളെ മാറ്റി പറയുന്ന ഇന്ത്യയിലെ പല പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുമുള്ള ഇന്ത്യയിൽ, നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രതിപക്ഷ സംഘടനകളുള്ള ഘട്ടത്തിൽ ഈ സംഘപരിവാരത്തിന്റെ പക്ഷത്തുള്ള നിതീഷ് കുമാറും അതുപോലെ തന്നെ എന്താ പറയാ തെലുങ്ക് ദേശത്തിന്റെ അയാളും ഒഴികെ ബാക്കി എല്ലാ നിങ്ങള് പാർലമെന്റിലെ പ്രസംഗം അടുത്ത കാലത്തൊന്നും പാർലമെന്റിൽ ഇന്ത്യൻ ഭരണഘടനയെ ഇത്രയും നമ്മുടെ ഫിഖിലൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ആ ഓരോ കാര്യങ്ങൾ മുടിനാരിഴകേറി അതങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണല്ലോ എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടന വ്യക്തിക്ക് നൽകുന്ന അവകാശങ്ങൾ മുതൽ ആ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ നിയമപരമായ സംവിധാനങ്ങൾ മുതൽ മറ്റാർക്കുമില്ലാത്തവണ്ണം മുസ്ലിം ഉമ്മത്തിന്റെ അകത്തലങ്ങളിലേക്ക് എന്തിനാണ് നിങ്ങൾ കടന്നു കയറി പോകുന്നത് എന്ന് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി. അതുകൊണ്ടെല്ലാം പരിഹരിക്കപ്പെട്ടൊന്നുമില്ല പറയുന്നത്. പക്ഷെ അടുത്ത കാലത്തൊന്നും ആ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ അലയൻസും ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഗൗരവതരമായി ആ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ ഒരുവിധം സംഘപരിവാരത്തെ വിറപ്പിക്കുന്ന, സംഘപരിവാരത്തെ വിറളി പിടിപ്പിക്കുന്ന, സംഘപരിവാരത്തിന്റെ അസ്ഥിവാരത്തെ അടിവേരോടെ പിഴുതെറിയാൻ കഴിവുള്ള സംഘപരിവാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളെയും കാപട്യങ്ങളെയും തുറന്നു കാണിക്കുന്ന അത്യുജ്വലമായ പാർലമെന്റിൽ കാണാത്തവണ്ണമുള്ള അപാരമായ ഐക്യമാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തത് മുസ്ലിമീങ്ങളും തീരുമാനിച്ചു, ഞങ്ങൾ തെരുവിലേക്ക് വരും സമാധാനപൂർണമായി. നമ്മൾ ക്ഷമിക്കും, നമ്മൾ സഹിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വിട്ടുകൊടുക്കില്ല.
ഒരു ബാബരി മസ്ജിദ് അബദ്ധമായി പോയി എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ വഞ്ചിക്കപ്പെട്ടു. സംഘപരിവാരത്തിന്റെ മജിസ്ട്രേറ്റുമാർ അവരുടെ അയാള് ദൈവത്തെ സ്വപ്നം കണ്ടു എന്നൊക്കെയുള്ള നമ്മുടെ ചന്ദ്രചൂട് പറഞ്ഞത്. ഏത് ദൈവത്തിനാ കണ്ടതെന്നറിയില്ല. ഏത് മതത്തിന്റെ ദൈവമാണ്, ഏത് സമുദായത്തിന്റെ ദൈവമാണ്, ഏത് സംഘടനയുടെ ദൈവമാണ്, അതൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ദൈവം ബോധിച്ചു എന്നാണ്. അന്ന് ബാബരി മസ്ജിദിന്റെ വിധിയൊക്കെ നമ്മളൊക്കെ രാവിലെ ടി വി ഒക്കെ തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. കോടതി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ശരി, കർസേവ തെറ്റായിരുന്നു, വിഗ്രഹപ്രതിഷ്ഠ തെറ്റായിരുന്നു, അവർ പറയുന്നതിനൊന്നും പ്രമാണങ്ങളും തെളിവുകളും ഒന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഇതാ അനീതി കൊണ്ട്, അക്രമം കൊണ്ട് ഇരുട്ടിലാഴ്ത്തപ്പെട്ട, വലിയ വില നൽകേണ്ടി വന്ന ഈ മുസ്ലിം ഉമ്മത്തിന് അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ് വൈകുന്നേരമായപ്പോ നോമ്പ് തുറക്കണ സമയമായപ്പോ കോടതിന്റെ വിധി പറയാം. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും നീതിയുടെയും സത്യത്തിന്റെയും ഭരണഘടനയുടെയും കോടതിയുടെയും ഭൗതികമായിട്ടാണ് നിയമങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദൽ, അല്ലാഹു നിങ്ങളോട് നീതി കൽപ്പിക്കുന്നു. പിന്നീട് ഇഹ്സാൻ എടുക്കാം, നീതിയുടെ പക്ഷത്ത് നിന്നതിന് ശേഷം. അല്ലാതെ നീതിയെ വെട്ടി ഇഹ്സാൻ എടുക്കുക എന്ന് പറയുന്നത്, ഏതെങ്കിലും താല്പര്യങ്ങളെ ധാർമ്മികമായി സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നീതിയുടെ പക്ഷത്ത് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഹ്സാനോടുകൂടി. അതിനൊക്കെ പണ്ഡിതന്മാരെ അതിനൊക്കെ ധാരാളം വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരാളിപ്പോ നമുക്കൊരു 10,000 രൂപ തരാണ്ടെന്ന് വെക്കുക, നമ്മൾ കേസ് കോടതിയിൽ കൊടുത്തു. അപ്പൊ എന്താ വേണ്ടത്? കോടതി പറയേണ്ടത് എന്താ? അവനെ വിട്ടാൻ കഴിവില്ല, അവന് തരാൻ കഴിവില്ല, അതുകൊണ്ട് 10,000 രൂപ എനിക്ക് തരാൻ ഇനി വകുപ്പില്ല, എനിക്ക് അത് കിട്ടാനോ അർഹതല്ല. അതല്ല കോടതി വിധി പറയേണ്ടത്. പിന്നെന്താ? എന്താണോ കിട്ടാൻ ചെയ്യേണ്ടത് അത് കോടതി ചെയ്യണം. അങ്ങനെ കോടതി വിധിക്കുന്നു. എന്ത്? 10,000 എന്തു വില കൊടുത്തും നീ വീട്ടിയേ പറ്റൂ. ആ വിധി കേട്ടവനുമാണെങ്കിൽ എന്ത് ചെയ്യാം? മതി, എനിക്ക് ഈ 10,000 ഒന്നും തരണ്ട, അത് ഈ എടുത്തോ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതാണ് ഇഹ്സാൻ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് അവസാനം ഈ സമുദായത്തെ, ലോക മുസ്ലിമീങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ത്യൻ മുസ്ലിം സമുദായത്തെ അരികിലേക്കും അപമാനത്തിലേക്കും നിസ്സഹായതയിലേക്കും നിന്ദ്യതയിലേക്കും തള്ളിവിട്ടുകൊണ്ട് ഇന്ത്യയിലെ പരമോന്നതമായ കോടതി എങ്ങനെയാണ് നീതിയെ, നിയമത്തെ പരിഹാസ്യമാക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരൊക്കെ നമുക്കറിയാം. ചന്ദ്രചൂഡാണെങ്കിലും ശരി, തരുൺ ഗൊഗോയ് ആണെങ്കിലും ശരി. നിങ്ങൾക്കറിയാം തരുൺ ഗൊഗോയ് കാരണമെന്ന്? ഒന്നാം ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയ പി ജെ ജോസഫ്, തരുൺ ഗൊഗോയ്, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അതിനൊക്കെ അപാരമായ ധൈര്യം വേണം. സംഘപരിവാരത്തെ വെല്ലുവിളിച്ച് പത്രസമ്മേളനം വിളിച്ച സുപ്രീം കോടതി ജഡ്ജിമാരായിരുന്നു അവർ മൂന്നാളും. അതിൽപ്പെട്ട തരുൺ ഗൊഗോയെ പിന്നെ നമ്മൾ കണ്ടത് എവിടെയാ? കോടതി വിധി പറയുന്നിടത്ത് മൂപ്പരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ എന്താ ചെയ്തതെന്ന് പറയാം നിങ്ങൾക്ക്? മീറ്റു ക്യാമ്പയിനിൽ പിടിച്ച് മൂപ്പരെ ഒരു പെൺകുട്ടിയെ വിട്ടിട്ട് ശരിയാക്കി. ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന്റെ ഓഫീസിലെ പെൺകുട്ടി കേസ് കൊടുത്തു. ഇയാൾ എന്നെ മീറ്റു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അശ്ലീല അനാശാസ്യ ബന്ധം നടത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തു. പിന്നെയാണ് നമ്മൾ തരുൺ ഗൊഗോയെ കാണുന്നത്. ഇതാണ് ഇസ്രായേലും സംഘപരിവാരമൊക്കെ ചെയ്യുക. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും ഒക്കെ പെണ്ണ് വിട്ട് പണം കൊടുത്ത് കള്ളു കുടിപ്പിച്ച് അതിന്റെ അപ്പുറത്തേക്ക് അവസാനം കൊല്ലലിന്റെയും കൊലപ്പെടുത്തലുകളുടെയും ഭീഷണിയും പീഡനങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്ത് തരുൺ ഗൊഗോയ് വീണു. പിന്നെ മൂപ്പര് MP ആയിട്ട് പോയി. പലരെയും നമ്മൾ കാണുകയാണ് ജഡ്ജി സ്ഥാനമൊക്കെ രക്ഷപ്പെട്ടിട്ട്. ഇപ്പൊ അവസാനം കോടതിയും പറഞ്ഞു, വിധി വന്നു. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ധൈര്യത്തോടുകൂടി നമ്മൾ തീരുമാനിക്കണം, ഈ യുദ്ധാന്തരീക്ഷം കഴിഞ്ഞാൽ ഭീകരവാദത്തിന്റെ, പാകിസ്ഥാനിലെ ഭീകരവാദങ്ങളിൽ ഒരു സംശയം നമ്മൾ വെക്കേണ്ട കാര്യമല്ല. തല്ലി ചതച്ച് അവസാനത്തെ ആണിയെ പിടിച്ച് ഭീകരവാദത്തെ നമ്മൾ നിർമൂലനം ചെയ്യും. പക്ഷെ ഭീകരവാദമൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ടതൊക്കെയാണുണ്ടോ? ഇതാരാണ് ഇപ്പൊ എന്താണ് ഭീകരവാദം? ഇന്ന് വരെ ഇതിന്റെ ഡെഫിനിഷൻ ഇന്ന് വരെ ലോകത്ത് ഇറങ്ങിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഭീകരവാദത്തെ നിർവചിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ ഒരിക്കൽ തീരുമാനിച്ചിരുന്നു. 1910കളിലോ 12കളിലോ ഒക്കെ ഭയങ്കര ചർച്ച വന്നിരുന്നു. എന്താണ് ഭീകരവാദം, എന്താണ് തീവ്രവാദം? ഗോഡ്സേക്ക് ഗാന്ധിയാണ് തീവ്രവാദി, RSSന് മഹാത്മാഗാന്ധിയും നെഹ്റുവൊക്കെയാണ് തീവ്രവാദി, ഭീകരവാദി മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെയാണ്. അങ്ങനെയൊക്കെയാണ് തീവ്രവാദി എന്ന് പറയുന്നത്. എന്താണ് ഭീകരവാദം, എന്താണ് തീവ്രവാദം? ഏകപക്ഷീയമായി മാധ്യമ തലക്കെട്ടുകളിലും ചാനൽ ചർച്ചകളിലും അന്തിവിളംബലുകൾ നടത്തി ഭീകരവാദം എന്ന് പറയുന്നത് സമുദായങ്ങളെയും സമൂഹങ്ങളെയും ആക്രമിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ലൈസൻസ് ആക്കി മാറ്റിയെടുക്കുന്ന, ഇപ്പൊ എല്ലാവർക്കും ദൃപ്പതിപ്പെട്ട, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നിർവചനമാണ്. അങ്ങനെ ചർച്ച വന്ന് യുണൈറ്റഡ് നേഷണൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അമേരിക്ക എഴുന്നേറ്റുന്നു, ഈ ചർച്ച നമ്മൾ വീറ്റോ ചെയ്യുന്നു.
അമേരിക്കക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത്യാവശ്യം എല്ലാ നല്ല പ്രമേയങ്ങളും വീറ്റോ ചെയ്ത പിശാജാണ് അമേരിക്ക എന്ന് പറയുന്നത്. നമ്പർ 1 പിശാജ് അമേരിക്ക. ഇസ്രായേലാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയെ പിന്തുണച്ച് ഇസ്രായേൽ എണീച്ചെന്ന്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഭീകരവാദത്തെക്കുറിച്ചുള്ള ഇടകീറിയ ചർച്ച വന്നാൽ അതിൽ ഒന്നാമത്തെ പ്രതി അമേരിക്കയായിരിക്കും, രണ്ടാമത്തെ പ്രതി ഇസ്രായേലായിരിക്കും. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങളും പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഭീകരവാദവും തീവ്രവാദവും വീറ്റോ ചെയ്ത് ഇന്ന് വരെ ഒരു ഡെഫിനിഷൻ വന്നിട്ടില്ല. ആ ഭീകരവാദത്തെക്കുറിച്ചാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുന്നത്. എന്താണ് ഭീകരവാദം? നിങ്ങളൊന്ന് പറയൂ. അതിന്റെ ഏറ്റവും വലിയ രസമുണ്ട്. പഹൽഗാം അവസാനം 3 ആള് വന്നു. ഈ രാജ്യത്തെ 28ഓളം വ്യക്തികളെ നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊല്ലുക. ആരോ നിങ്ങള് ഓരോ 3 കിലോമീറ്ററിലും 100-ലധികം പട്ടാളക്കാർ അണിനിരക്കുന്ന ചെക്ക് പോസ്റ്റുള്ള സ്ഥലമാണ്. ഒരു കല്യാണോ ഒരു മരണ വീടോ പോകണമെങ്കിൽ പട്ടാളക്കാരന്റെ 1000 പരിശോധനകൾ കഴിഞ്ഞിട്ടേ ഒരു പുതുവെണ്ണിന് പോകാൻ പറ്റുള്ളൂ, ഒരു പുതിയാപ്പിളക്ക് പോകാൻ പറ്റുള്ളൂ, ഒരു കല്യാണവും മരണവും കൂടാൻ പോകാൻ പറ്റുള്ളൂ കാശ്മീരിൽ. അറിയോ നിങ്ങൾ? അത്രയും വലിയ പട്ടാളത്തിന്റെയും സൈന്യത്തിന്റെയും ബാരക്കുകളും ചെക്ക് പോസ്റ്റുകളുമുള്ള പഹൽഗാമിൽ ആ സമയത്ത് ഒരു തുമ്പി പോലും, ഒരു പൂമ്പാറ്റ പോലും, ഒരു ഈച്ച പോലും അവിടെ ഇല്ല. നമ്മളുടെ സൈന്യത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സൈനിക സാന്ദ്രതയുള്ള പ്രദേശമാണ് കശ്മീർ. അറിയോ നിങ്ങൾക്ക്? ജനസംഖ്യയേക്കാൾ വലിയ സൈന്യത്തെ അല്ലെങ്കിൽ 5 ആളുകൾക്ക് ഒരു പട്ടാളക്കാരൻ എന്ന നിലവിൽ അണിനിരത്തി. ലോകത്ത് ഇങ്ങനത്തെ പ്രദേശങ്ങൾ വേറല്ല. ഇത്രയും വലിയ പട്ടാളമുള്ള ഒരു പ്രദേശത്ത് 3 ഭീകരന്മാർ അവർ വെള്ളരിക്കാ പട്ടണത്തിലേക്ക് വരുന്നത് പോലെ വരുന്നു. അവർ വെടിവെക്കുന്നു, അവർ കലിമതെല്ലാൻ പറയുന്നു, അവർ തുണിയുരിക്കാൻ പറയുന്നു. എന്നിട്ട് സംഘപരിവാരത്തിന് റിമോട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന വളരെ രസകരമായ ശൈലികളിൽ കൊലപാതകം നടത്തി യാതൊരു പ്രശ്നമില്ലാതെ 3 പേർ തിരിച്ചു പോകുന്നു. 3 ആള് പോയി കഴിഞ്ഞ് അതോ വരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി, അതോ വരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ സംവിധാനങ്ങൾ 3 ഭീകരരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരെവിടെയായിരുന്നു? ഇവരിപ്പോ എല്ലാം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞത്? വരുന്ന ഘട്ടത്തിൽ, വന്ന ഘട്ടത്തിൽ, വരുന്ന വഴികളിൽ എവിടെയായിരുന്നു പട്ടാളം? മറുപടി പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ റേഡിയോ പ്രസംഗം നടത്തി എന്നുള്ളതിന്റെ അപ്പുറം മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ബോധത്തിനും ചിന്തയ്ക്കും വിശകലനം ചെയ്യുമ്പോൾ ഉത്തരം ലഭിക്കുമാറ് സംഘപരിവാരത്തിന്റെ പ്രധാനമന്ത്രി ഒരു വർത്തമാനം ഈ നാടിനോട് പറഞ്ഞിട്ടില്ല. എങ്ങനെ വന്നു ഈ 3 ആളുകൾ? പുൽവാരയുണ്ട് ഇവിടെ, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ പരമ്പരകളുണ്ട് ഇവിടെ, ഗോദ്രയുണ്ട് ഇവിടെ. എല്ലാറ്റിനെയും എടുത്ത് പരിശോധിച്ചാൽ അവസാനത്തെ ലാഭം കൊയ്തെടുത്തത് സംഘപരിവാരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് അതാണ് ഇത് നമ്മൾ പറയാൻ ആളല്ല. പക്ഷേ പലതും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 40 കൊല്ലൊക്കെ എടുക്കുകയായിരിക്കും വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. കാരണം ഏത് അസത്യങ്ങളും യുദ്ധരാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന സൂറത്തുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിലെ റിമോട്ട് കൺട്രോൾ, നിങ്ങളുടെ ഹിഡൻ അജണ്ടകൾ, നിങ്ങളുടെ അണ്ടർഗ്രൗണ്ട് പ്രൊജക്ടുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരും. ഒരു ദിവസം നിങ്ങൾ മക്ബറകളിൽ, ശവക്കോട്ടകളിൽ അടക്കം ചെയ്യപ്പെട്ടാലും ശരി, എന്തിനായിരുന്നു നിരപരാധികളായ മനുഷ്യരുടെ ശരീരങ്ങളിലും ജീവനുകളിലും രാഷ്ട്രത്തെയും മനുഷ്യരെയും പരിഹാസ്യമാക്കി മിസ്റ്റർ പാകിസ്ഥാൻ ഈ അജണ്ട നീ കളിച്ചത് എന്ന് പാകിസ്ഥാനോടുള്ള ചോദിക്കും. ഇനി അജണ്ട ഇവരാണ് നടത്തിയതെങ്കിൽ സംഘപരിവാരത്തോടും അല്ലാഹു ചോദിക്കും. ഇനി അതല്ല ട്രംപാണ് അജണ്ട പ്രൊമോട്ട് ചെയ്തതെങ്കിൽ ട്രംപിനോടും ചോദിക്കും. നമുക്ക് അവസാനത്തെ പ്രതീക്ഷ അവിടെ ഉള്ളൂ, അവിടേക്കാണ് നമ്മൾ പോയി. ഞാൻ പറഞ്ഞത് കള്ളക്കളിയും കാപട്യമൊക്കെ അതടക്കം പഹൽഗാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ രാജ്യം ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ക്ഷമാപൂർവം അവധാനതയോടുകൂടി ഈ വഖഫുമായി ബന്ധപ്പെട്ട് പക്ഷെ നമ്മൾ ഇറങ്ങിയേ പറ്റൂ. അവസാനത്തെ സമരം ഇന്ത്യയിലെ സംഘപരിവാരത്തെ വീർപ്പ് മുട്ടിക്കുന്ന, അവരെ ഉപ്പിട്ട് വെള്ളം കുടിപ്പിക്കുന്ന പോരാട്ടങ്ങളുടെ കളരികളിൽ ഇന്ത്യൻ മുസ്ലിം രംഗത്ത് വന്നാൽ ഇന്ത്യയിലെ സെക്യുലർ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും ആത്മധൈര്യവും അഭിമാനബോധവും തങ്ങളുടെ പിന്നിൽ വിലക്കെടുക്കപ്പെടാൻ പറ്റാത്ത, വിലയിട്ട് വിൽക്കാൻ പറ്റാത്ത
ഒരു സമുദായമുണ്ട്, ഒരു ഉമ്മത്തുണ്ട്, ഒരു സംഘമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സംഘപരിവാരത്തിന്റെ ചീട്ട് കയറുന്നതിന്റെ തുടക്കമായി വഖഫിനെ മാറ്റിയെടുക്കാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ചരിത്രത്തിൽ രംഗത്ത് വരേണ്ട ഏറ്റവും ആദ്യത്തെ അവസാനത്തെ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങും. ഗാർക്കെതിരല്ല, സംഘപരിവാരത്തിനെതിരെ. വഖഫ് എനിക്കുങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ല. എന്താ ലളിതമായിട്ട് പറഞ്ഞാല് BJPന്റെ RSSന്റെ ഓഫീസ് കൈകാര്യം ചെയ്യാനുണ്ട്, CPM-മാരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? CPM-ന്റെ ഓഫീസൊക്കെ കൈകാര്യം ചെയ്യാൻ രണ്ട് RSS-കാരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണല്ലോ കോടതി ചോദിച്ചത്. നിങ്ങൾ എവിടെങ്കിലും അമ്പലത്തിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങളെ വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഗുരുദ്വാരകളിൽ ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ നിങ്ങൾ മുസ്ലിങ്ങളെ വെച്ചിട്ടുണ്ടോ? പിന്നെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ? ഏറ്റവും ലളിതമായ സാധാരണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അപ്പുറമാണ് അപകടകരമായ സ്വഭാവങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൾച്ചറൽ, അതുപോലെ തന്നെ എക്കണോമിക്കൽ, അതുപോലെ തന്നെ എല്ലാ അർത്ഥങ്ങളിലും ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ ആണിക്കല്ലായ അതിന്റെ നെരിയാണിയും പിരടിയും വെട്ടുന്നതിനു വേണ്ടിയുള്ള കള്ളനീക്കങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിക്ക് രക്തസാക്ഷിയാവാം, പക്ഷെ സമ്പത്ത് കൊള്ള ചെയ്യാനും കവർന്നെടുക്കാനും നമ്മൾ നിന്നുകൊടുത്താൽ ഈ സമുദായം, ഈ രാജ്യം ഒന്നുമല്ലാതായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങൽ നിർബന്ധമാണ്. സോളിഡാരിറ്റി മുതൽ പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള ചിലപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതുപോലെ ചിലരൊക്കെ ഇപ്പം മൗനത്തിലൊക്കെ ഉണ്ട്. കോടതിയുടെ വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ, കോടതി വർത്താനം പറഞ്ഞപ്പോഴും സംഘപരിവാർ തെറ്റിയിട്ടുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇനി കോടതി വേറെ ബെഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബെഞ്ചിന് ഏത് ഡെസ്കുമേലും അത് വെക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. പല പ്രശ്നങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഓരോ ബെഞ്ചുമേലും ഡെസ്കുമേലും ഒക്കെ ഇരിക്കുന്നത് പലതരം സാധനങ്ങളാണ്. സംഘപരിവാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള, അതിന്റെ തോട്ട് ഓഫ് സ്കൂളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള അവരാണ് വിധി പറയുന്നത്. അവസാനം പൊതുതാൽപര്യത്തിന് വേണ്ടി, അതിനുവേണ്ടി പൊറാട്ട് നാടകങ്ങളും ഭീകരാക്രമണങ്ങളും കൂടി മീഡിയ സമ്മർദ്ദങ്ങളും കൂടി വന്നാൽ നമ്മുടെ ജഡ്ജിമാർ നീതിയിൽ നിന്ന് തെന്നി പൊതുസാമൂഹിക താൽപര്യങ്ങളിലേക്ക് വഴുതി ചെളിയിൽ പൊങ്ങുന്ന അപകടകരമായ കാഴ്ചകളുള്ള ഒരു നാട്ടിൽ ഇപ്പൊ കോടതി എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് അള്ളാഹ് പറഞ്ഞാൽ മതി, വരാ തുത്തവനും മാത്രമെന്നൊക്കെ ഫോറ. കോടതി ക്രിമിനലായാൽ, ഭരണകൂടം ക്രിമിനലായാൽ, പാർട്ടികൾ ക്രിമിനലുകളായാൽ, വാദോദ്യോഗസ്ഥ സംവിധാനങ്ങൾ ക്രിമിനലുകളായാൽ അവരെ അനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നുള്ളത് ധൈര്യസമേതം നമ്മൾ പ്രഖ്യാപിക്കണം. അപ്പോഴാണ് പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് സ്വാതന്ത്ര്യ സമര അവകാശ സംരക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും ഉജ്ജ്വലമായ നിലപാടുകളിലേക്ക് പൊതുസമൂഹം കടന്നു വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിനാണ് പ്രശ്നം എന്ന് നമ്മൾ മാത്രം ധരിക്കേണ്ടതില്ല. കഴിഞ്ഞ 3000 കൊല്ലമായി ഇന്ത്യയിലെ പിന്നോക്ക വർഗങ്ങളെ, ഇന്ത്യയിലെ ദലിതുകളെ, ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗങ്ങളെ, ഇന്ത്യയിലെ ആദിവാസി ലോകത്തെ എങ്ങനെയാണ് നമ്മുടെ വേടനുമായി ബന്ധപ്പെട്ടിട്ട് RSSന്റെ ഒരു നേതാവിന്റെ പ്രസംഗം കണ്ടില്ലേ നിങ്ങൾ? ഇതുവരെ കേൾക്കാത്തൊരു പ്രയോഗം മഹാനവറുകൾ നടത്തി. ജാതി ഭീകരതയാണ് വേടൻ പാടുന്നത്, വേടൻ പറയുന്നത്, വേടൻ പ്രമോട്ട് ചെയ്യുന്നത്. രാജ്യദ്രോഹ അപകടകര ശക്തികൾ ഇവന്റെ പിന്നിൽ, തമോമായ ശക്തികൾ, എന്തൊരു സുന്ദരമായ ഭാഷയതറിയ നിങ്ങൾ, അവർ അതിന്റെ പിന്നിലുണ്ട്. ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചവരുണ്ട്. ഞാൻ അവസാനിപ്പിക്കാതെ കൂടി പറഞ്ഞിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജാതി ഭീകരത എന്നുള്ളത് നമ്മുടെ നാടാടെ കേൾക്കുകയാണ്. ഈ ജാതി ഭീകരതയുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജാതി ഭീകരത ഏതാണെന്നറിയോ നിങ്ങൾ? ഇന്ത്യയിലെ സവർണ ജാതി ഭീകരത. വേദം കേൾക്കാൻ അർഹതയില്ലാത്ത, സ്കൂളിൽ പോകാൻ അർഹതയില്ലാത്ത, ഒരു കുളത്തിൽ നിന്നും ഒരു കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാൻ അർഹതയില്ലാത്ത, ഒരു അമ്പലത്തിലും പൂജക്കും വഴിപാടിനും നേതൃത്വം നൽകാൻ അർഹതയില്ലാത്ത, സവർണന്റെ മുമ്പിലൂടെ നടന്നു പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ജാതി ഭീകരതയുടെ വൈകൃതങ്ങളെയും പേക്കോലങ്ങളെയും അതിഭീകരമായി തല്ലിക്കൊന്ന് ചുട്ടരിക്കുന്നത് മുതൽ ആ പാണൻ കഴിക്കുന്ന, എന്താണ്, അടിയാൻ കെട്ടുന്ന പെണ്ണിന്റെ ശരീരത്തിലെ ആദ്യത്തെ ആസ്വാദനം സവർണം ആരംഭിക്കാതിരിക്കണമെന്ന് പറയുന്ന ഭീകരതയടക്കമുള്ള മനുഷ്യനെ ഇത്രയധികം ചൂഷണം ചെയ്ത ഇസ്രയേലിന്റെയും ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണിസത്തിന്റെയും ജാതി ഭീകരതയേക്കാൾ അപ്പൊ അവരെ തീരുമാനിക്കുകയാണ് ഇയാളെ കൈകാര്യം ചെയ്യണം. ഇവരൊക്കെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കൂടി ഇവർ കയറ്റി നിർത്താൻ പോവാണ്. നമുക്ക് മാത്രമാണ് പ്രശ്നം എന്ന് വിചാരിച്ച് നമ്മളിടങ്ങേറേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നുമില്ല ഈ രാജ്യത്ത് പ്രശ്നങ്ങളുള്ളത്. ചെറുകിട കച്ചവടക്കാർ, കൃഷിക്കാർ, അതുപോലെ തന്നെ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ ദൈനംദിന കാര്യങ്ങളിൽ ഓരോ ഇടത്തും അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന
നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സമരങ്ങളിൽ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഉയർന്നു നിന്നുകൊണ്ട് മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കാനും മാനവികതയുടെ പക്ഷത്ത് നിൽക്കാനും നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നിൽക്കാനുമുള്ള കരുത്ത് കാണിച്ചുകൊണ്ട് സംഘപരിവാരത്തിന്റെ വംശീയമായ ഉന്മൂലന നടപടിക്രമങ്ങളെ ചെറുക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഈ രാജ്യത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമാറുള്ള വലിയ സന്ദേശങ്ങളിലേക്കും സന്നാഹങ്ങളിലേക്കും ഈ രാജ്യത്തെ ബോധവൽക്കരിക്കേണ്ട, ഈ രാജ്യത്തെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ട അവസാനത്തെ മുസ്ലിങ്ങൾക്ക് എന്തുള്ളത് കൊണ്ടല്ല, വളരെ അടിവരട്ട് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിങ്ങളുടെ വംശഹത്യയുടെ അവസാനത്തെ ഷർത്തും കൊല്ലൽ മാത്രം നടന്നാൽ മതി എന്നപ്പോ പറയുന്നത് ആളുകളൊക്കെ. അതിനെ പഠിച്ച സാമൂഹിക ശാസ്ത്ര മീമാംസകന്മാരൊക്കെ ഉണ്ട്. 9 ഷർത്തും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ഉന്മൂലനത്തിന്റെ അതിമാരകമായ പ്രയോഗങ്ങൾ ഇനി കൂട്ടക്കൊല മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. അധിക വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് എല്ലാ മേഖലകളിലും മുസ്ലിം ഉമ്മത്തിനെ കരുത്ത് നഷ്ടപ്പെടുത്തി ദുർബലരാക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും, അതിന്റെ അപ്പുറം ഓരോ മനുഷ്യന്റെ മനസ്സിലും സംശയങ്ങളും തെറ്റിദ്ധാരണകളും മുൻധാരണകളും, നമ്മൾ നേരത്തെ പറഞ്ഞ വംശഹത്യയിൽ ഇവർ കൊല്ലപ്പെടേണ്ടവരാണ്, ഇവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, ഇവർ കുറ്റവാളികളാണ്, ഇവർ നശീകരിക്കുന്നവരാണ്, ഇവർ ഈ രാജ്യത്തിന് ദുരന്തം വരുത്തുന്നവരാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ മുതൽ യുദ്ധത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന അവസാനം ആ സോഫിയ ഖുറൈശി മുതൽ ഓരോരുത്തരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവർക്ക് എണീച്ച് നിന്നിട്ട് പറയണം ഞാൻ മുസ്ലിമാണ്, പക്ഷെ ഭീകരവാദിയല്ല. അവർക്ക് പറയേണ്ടി വരികയാണ്. ഒരു RSS കാരത് പറയേണ്ട ബാധ്യതല്ല, ഒരു സംഘപരിവാരത്തിന്റെ പോഷക സംഘടനയ്ക്കും ഇത് പറയേണ്ട ബാധ്യതല്ല. ഇന്ത്യയിലെ സൈനിക മേഖലയിലെ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിന് ഇങ്ങനെ ഗതികെട്ട് നിസ്സഹായമായി പത്രസമ്മേളനം നടത്തേണ്ട ഗതികേടിലേക്ക് ഇന്ത്യയിലെ പരമോന്നത സംവിധാനങ്ങൾ സംഘപരിവാരത്തിന് അടിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും കള്ളക്കടത്തും കൊലപാതകികളും വർഗീയവാദികളും ജാതീയവാദികളും അക്രമകാരികളുമൊക്കെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്ന ഒരന്തരീക്ഷത്തിൽ കൂട്ടക്കശാപ്പും നരമേധവും ഒക്കെ നടക്കുമ്പോൾ ഏതയൽപ്പക്കത്തുള്ള ഹിന്ദുവിനും ഏതയൽപ്പക്കത്തുള്ള ഒരു സാധാരണക്കാരനും മുസ്ലിം ഗുജറാത്തിലൊക്കെ കലാപുണ്ടായപ്പോഴും ചെയ്തത് അവിടെ നിത്യം വർത്തമാനം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത ആടെ ഗുജറാത്ത് കലാപുണ്ട്. മറ്റേ ജാതവേദ നമ്പൂതിരിയുടെ പുസ്തകമുണ്ട്, മാതൃഭൂമിനെ അത് ഇറക്കുമെന്ന് എനിക്കറിയില്ല. മൂപ്പരന്ന് ഗുജറാത്തിലെ DGP ആണ്. അത് വായിച്ചങ്ങൾക്ക് മനസ്സിലാവും ഗോദ്ര ട്രെയിനൊക്കെ സംഘപരിവാർ പ്രൊമോട്ടഡ് പരിപാടിയാണെന്നുള്ളത്. ഇന്ന് വരെ അതിന്റെ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല റെയിൽവേ. അറിയോ നിങ്ങൾക്ക്? ആ റെയിൽവേ റിപ്പോർട്ട് പുറത്തു വന്നാൽ അറിയും ഗോദ്രയിലെ S7 S4 എങ്ങനെയാണ് കത്തിയത് എന്ന്. മൊത്തം കത്താണെങ്കിൽ എല്ലാ ബോഗിയിലും കത്തേണ്ടത്, അതിലൊറ്റ ബോഗി മാത്രമാണ് കത്തിയത്. ബോഗിയുടെ താഴെ നിന്ന് ഒരിക്കലും അതിന്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ ഡെമോ ഒക്കെ പരിശോധിച്ചതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൽ പറയുന്നുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഒഴിച്ചത് കത്തിക്കാൻ കഴിയില്ല, അകത്ത് നിന്നേ കത്തിക്കാൻ കഴിയുള്ളൂ. മഹാത്മാഗാന്ധിയെ കൊന്ന ഒരു പ്രസ്ഥാനത്തിന്, സ്വന്തം നേതാക്കന്മാരെ കൊല്ലുന്ന ഒരു പ്രസ്ഥാനത്തിന്, സ്വന്തം അനുയായികളെ കൊലക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു S4 ബോഗിയിലെ ആളുകളെ ചുട്ടുകൊല്ലാൻ സംഘപരിവാരത്തിന് ഒരു മടിയും ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളൊക്കെ തിരിച്ചറിയണം. ചെയ്തു. അതിന്റെ ചെലവിലും മറവിലുമാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ എന്ന് പറയുന്ന ഐതിഹാസിക രാജ്യത്തിന്റെ അധികാരങ്ങളുടെ അകത്തലങ്ങളിലേക്ക് കയറി നിന്ന് പോയിട്ടുള്ളത്. നമ്മൾ അങ്ങനത്തെ പൊറാട്ട നാടകങ്ങൾ ധാരാളമായിട്ട് ഈ രാജ്യത്ത് നടക്കും. ഞാൻ ഇതിന്റെ ഉദാഹരണങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകണില്ല. പക്ഷെ നമ്മൾ അടിയുറച്ച തീരുമാനമെടുക്കുക. ഈ രാജ്യത്തെ മനുഷ്യരോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആത്മീയവും ധാർമ്മികവുമായ കരുത്തും നീതിയുടെ സാക്ഷികളാകാനുള്ള സന്നദ്ധതയും, അതുപോലെ തന്നെ യുവസമൂഹം. ഒരു വർത്തമാനം കൂടി, ഇന്ത്യയിലെ നമ്മുടെ യുവാക്കൾ അതൊരു ടാർഗറ്റഡാണ്. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോ പറയണം, ഇവിടെ മണ്ണാർക്കാട് അടക്കം ഒരു മയക്കമരുന്ന് കേസിൽ ഒരുത്തം കുറ്റപ്പെട്ടു എന്ന്. എന്തൊക്കെ മുറവിളിയാണ് മയക്കുമരുന്നിനെതിരെ നടക്കുന്നത് ഇവിടെ? ആരാണ് ഇതിന്റെ പ്രതി? ഗവൺമെന്റ് ആണ്, ഉദ്യോഗസ്ഥന്മാരാണ്. വേറെ ആരും നിങ്ങൾ പറയേണ്ട കാര്യമല്ല. ഇവിടെ എല്ലാറ്റിനും ഇവിടെ ഞാനിപ്പോ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമിതിയിൽ എന്റെ പേര് വന്നപ്പോൾ തന്നെ പോലീസുകാർ എന്നെ വിളിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങൾക്ക് എത്ര വാപ്പയാണുള്ളത്? ആരൊക്കെയാണ് നിങ്ങളെ ഉമ്മ? എത്ര കുട്ടികൾ നിങ്ങൾക്കുണ്ട്? ഞാൻ ചോദിച്ചു, എന്റെ കുട്ടികളെ കഥയ്ക്ക് നിങ്ങൾ എന്തിനാ ചോദിക്കേണ്ട കാര്യം? എന്റെ കുട്ടികളെ കഥയ്ക്ക് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. ഞാൻ നടാടെയൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമിതിയിൽ വരുന്നത്. ഇതിന്റെ മുമ്പ് 4 കൊല്ലോ 8 കൊല്ലോ ഒക്കെ ജമാഅത്തിന്റെ പദവികൾ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബാക്ക് ഫയൽ പരിശോധിച്ചിട്ട് പോയാൽ മതി. ഇങ്ങനെ ചുഴിഞ്ഞ് അറിഞ്ഞിറങ്ങി വരുന്ന ഈ പോലീസ്, ഇന്റലിജൻസ്, സ്പെഷ്യൽ
ബ്രാഞ്ച്, ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള ഭീകരവാദി വന്ന് പൊട്ടിച്ചു പോയാൽ ഉടനെ എല്ലാം അറിയുന്ന പോലീസും രഹസ്യാന്വേഷണം റോയും ഒക്കെയുള്ള നാട്ടിൽ മയക്കുമരുന്നിനെ കുറിച്ച് ഒരു വിവരമില്ല പോലീസിന്, ഗവൺമെന്റിന് അറിയണില്ല. അതും ഭീകരവാദികൾ ഇറക്കുമതി ചെയ്യുന്നു. പോലീസുകാരോട് സംസാരിച്ചാൽ അല്ല കൂട്ടരെ, കരിയർമാരങ്ങൾ പിടിക്കുന്നുണ്ട്. ഈ പോകുന്നവനും കൊല്ലുന്നവനും ചാകുന്നവനും ഒക്കെ ഈ സമുദായത്തിൽപ്പെട്ടവർ ധാരാളമുണ്ട്. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ സംഘടനകൾ ഗൗരവതരമായിട്ട് എടുക്കണം. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയും, സമുദായം വിചാരിച്ചാൽ പോലും തടയാൻ പറ്റുന്നതല്ല ഇത്. അമിത്ഷായുടെ പ്രഭാഷണം ഉണ്ട്, ഞാൻ അവസാനിപ്പിക്കാതും കൂടി പറഞ്ഞിട്ട്. അറിയോ നിങ്ങൾ, രണ്ടാം NDA സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ അറിയോ നിങ്ങൾ, കേരളം മയക്കുമരുന്നിന്റെയും ഭീകരവാദത്തിന്റെയും ഹബ്ബാകാൻ പോകുന്നു എന്ന് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ തലതിരിച്ചിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അമിത്ഷാ അങ്ങനെ പ്രസംഗിച്ചാൽ അതിന്റെ അർത്ഥം വഴങ്ങാത്ത കേരളത്തെ, മെരുങ്ങാത്ത കേരളത്തെ, സംഘപരിവാരത്തിന് സുല്ലിടുന്ന കേരളത്തെ വരുതിയിലാക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ: ഭീകരവാദ പൊറാട്ട് നാടകവും മയക്കുമരുന്നും ഈ സംസ്ഥാനത്ത്. അതിനെ തിരിച്ചു വായിച്ചാൽ മതി നിങ്ങൾ. കേരളം ഹബ്ബാകുന്നു എന്ന് അമിത്ഷാ പറയുന്നുവെങ്കിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് അഴിമതി ആയി കടത്ത് വന്നത് ഗുജറാത്തിലെ അദാനിയുടെ എയർപോർട്ടിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വന്ന അദാനി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രിയൊക്കെ ഒപ്പം നിന്ന് ചിരിച്ച കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ അലയൻസിലെ ശക്തനായ നേതാവ് സ്വകാര്യ മേഖലയെ പിന്തുണക്കുന്നു എന്ന് സംഘപരിവാരത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ചിരിച്ച് അഭിനന്ദിച്ച അദാനി വിഴിഞ്ഞത്ത് എയർപോർട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ പേടിക്കണം. ഗുജറാത്തിലെ മയക്കുമരുന്ന് അതിനേക്കാൾ സുഗമമായി സംഘപരിവാർ, ഇസ്രായേൽ, CIA, സംഘപരിവാർ അടക്കമുള്ള സംവിധാനങ്ങൾ യുവതയെ, മനുഷ്യരെ. നിങ്ങള് മറ്റേ ഈ ഗസ പ്രശ്നം വന്നപ്പോ ഇസ്രായേലിലെ ഹാരിസ് പത്രത്തിൽ വന്നൊരു ലേഖനുണ്ട്, അറിയോ നിങ്ങൾ? ഗസയെ തകർക്കാൻ ഇസ്രായേൽ നടത്തിയിട്ടുള്ള പരിപാടികൾ, നിരീശ്വരവാദം, നിർമ്മതവാദം, അരാഷ്ട്രീയവാദം, സെക്സ്, ലൈംഗികത, അതുപോലെ തന്നെ ഫാഷൻ ഭ്രമം, ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം മയക്കുമരുന്ന്. ആ ഉദ്യോഗസ്ഥൻ പറയാണ്, അദ്ദേഹം ആ ലേഖനം ചെയ്തിട്ട് ആദ്യം പറഞ്ഞത്, നമ്മൾ തോറ്റു, ഇസ്രായേൽ തോറ്റു, ജയിച്ചത് ഗസയാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഗസയിൽ നമ്മൾ പ്രയോഗിച്ച എല്ലാ തന്ത്രങ്ങളെയും ഹമാസ് തോൽപ്പിച്ചു കളഞ്ഞു. ആ തള്ളക്കോഴികൾ അതിന്റെ കുട്ടികളെ ചിറകിനടിയിൽ വെക്കുന്നത് പോലെ ഹമാസ് ഗസയിലെ ചെറുപ്പക്കാരെ നിരീശ്വര, നിർമ്മത, മയക്കമരുന്ന്, ലൈംഗിക അതിപ്രസരങ്ങളിൽ നിന്ന് ധാർമ്മികതയുടെയും വിശുദ്ധിയുടെയും കരുത്തിൽ, അറിയോ നിങ്ങൾ, ആ ഇസ്രായേൽ കേരള മുസ്ലിമീങ്ങളെയും കേരളത്തിലെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെയും കേരളത്തിലെ നല്ല ഡൈനാമിക് പൊട്ടൻഷ്യലുള്ള യുവാക്കളെയും തകർക്കുന്നതിനുള്ള ഉപകരണമായി സംഘപരിവാരവും ഭരണകൂടങ്ങളും ഒരുമിച്ച് ചേർന്ന്, അല്ലെങ്കിൽ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പിടിക്കുന്നവർക്ക് ഉപയോഗിക്കണം. എന്നെ പിടിക്കുന്നുണ്ട്, എനിക്ക് തരുന്നവരെ പിടിച്ചാ പോരെ? ഇത് ശരിക്കാണ് ചോദിച്ചാൽ അറിയില്ല എവിടെന്നാണ് വരുന്നതെന്നുള്ളത്. ഒരിക്കലും നമ്മൾ അറിയുന്നില്ല. സുലഭമാണ് മയക്കുമരുന്ന്. 5ാം ക്ലാസ്സിലും അംഗൻവാടി മുതൽ നമ്മുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലടക്കം പേടിക്കുക. കേരളത്തിലെ യുവത്വത്തെ, പ്രത്യേകിച്ച് ഇസ്ലാമിക യുവത്വത്തെ പകടം മറിക്കാൻ സംഘപരിവാരവും നിരാശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളും ഒത്തുകളിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും ഭയപ്പെടേണ്ട അതിന്റെ അവസാനത്തെ സന്ദർഭങ്ങളിലൂടെ നമ്മൾ പോകുന്നതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ധൈര്യപൂർവ്വം പറയുന്നു, വിശുദ്ധിയുള്ള ഒരു ജീവനത്തിന്, വിമോചനപരമായ ഒരു ജീവിതത്തിന്, വിപ്ലവാത്മകമായ ഒരു ജീവിതത്തിന്, ഇഹത്തിലും പരത്തിലും നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതത്തിന് സത്യസന്ധതയും നീതിബോധവും സമരവീര്യവും ആശയപരമായ കരുത്തുമുള്ള ഈ സംഘത്തിന്റെ കൂടെ, ഇതുപോലുള്ള സംഘങ്ങളുടെ കൂടെ അരുചേർന്നുകൊണ്ട് നീതിയുടെ യുവശക്തികളായി നിങ്ങൾ മാറുക എന്നുള്ള ഒരു സന്ദേശത്തെ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. വംശീയതയെയും വർത്തമാനകാലത്തെ യൗവനത്തെയും ഒരുമിച്ച് ആ വംശീയതയെ ചെറുത്തു തോൽപ്പിക്കുന്നിടത്ത് വർത്തമാനകാല യൗവനത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ നിർണായകമായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുമാറ് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സോളിഡാരിറ്റിയെ, നമ്മുടെ സംവിധാനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സോളിഡാരിറ്റിയുടെ ഹൃദ്യവും സുജ്വലവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.